Hi viewers, welcome back to our class. In this class, we are going to discuss an interesting poem written by the famous Victorian poet Lord Tennyson, Alfred Lord Tennyson. And the poem is titled Ulysses. So let us see the poem. Before that, let us talk about Alfred Tennyson. Tennyson was born in Somersby in UK and he derived from a middle class line of Tennysons but also had a noble and royal ancestry. His father, George Clayton Tennyson, was a rector of Somersby, and his mother, Elizabeth Fish, was a daughter of Stephen Fish. And he had made a collection of poems which were published locally when he was only 17. So അദ്ദേഹം യു കെയിലാണ് ജനിച്ചത്. നമ്മൾ പറഞ്ഞു മിഡിൽ ക്ലാസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം വരുന്നത്. ബട്ട് ഹി ബിലോങ്സ് ടു എ നോബിൾ റോയൽ ആൻസസ്ട്രി. നല്ലൊരു പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ജോർജ് ക്ലേറ്റൺ ടെന്നിസൺ, ഹി വാസ് എ റെക്ടർ, ഹെഡ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജ്, ആൻഡ് മദർ എലിസബത്ത് ഫാച്ച്. ആൻഡ് 17 വയസ്സാവുന്ന ആ സമയത്ത് തന്നെ ആൽഫ്രഡ് ടെന്നിസൺ ഒരു കളക്ഷൻ ഓഫ് പോംസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹി മേഡ് എ local publication at the age of 17. He entered Trinity College, Cambridge in 1827, where he joined a secret society called the Cambridge Apostles. So 1827 അദ്ദേഹം കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ തുടക്കം കുറിക്കുന്നത്. ആൻഡ് അറ്റ് കേംബ്രിഡ്ജ് ടെന്നിസൺ മെറ്റ് ആർതർ ഹെൻറി ഹെലാം, who became his closest friend. സോ ഇവിടെ വെച്ചിട്ടാണ്, ഈ ഒരു കോളേജിൽ, കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് വളരെ വലിയൊരു സൗഹൃദം ലഭിക്കുന്നത്. ആർതർ ഹെൻറി ഹലാം, അദ്ദേഹവുമായിട്ടുള്ള ചങ്ങാത്തം പിന്നീട് ഒരുപാട് പുതിയ വർക്ക്സിനും അല്ലെങ്കിൽ ഒരുപാട് പോംസ് ഒക്കെ എഴുതാൻ അദ്ദേഹത്തിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു ആർതർ ഹെൻറി ഹലാം. ആൻഡ് ഹിസ് ഫസ്റ്റ് പബ്ലിക്കേഷൻ വാസ് എ കളക്ഷൻ ഓഫ് ഹിസ് ബോയ്സ് റൈംസ് and those of his elder brother Charles, entitled Poem by Two Brothers, published in 1827. സോ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബ്രദർ ചാൾസ്, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ആ ഒരു പബ്ലിക്കേഷൻ പുറത്തിറങ്ങുന്നത്. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, പോയം ബൈ ടു ബ്രദേഴ്സ് എന്നുള്ള ടൈറ്റിലാണ് 1827 ആ കളക്ഷൻ ഓഫ് പോയംസ് പബ്ലിഷ് ചെയ്യുന്നത്. And in 1829, he was awarded the Chancellor's Gold Medal at Cambridge for one of his first piece, Timbuktu. സോ അത് ഓർത്തു വെക്കണം, ചാൻസലേഴ്സ് ഗോൾഡ് മെഡൽ, കേംബ്രിഡ്ജിൽ ചാൻസലേഴ്സ് ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള ടെന്നീസൻ്റെ വർക്കാണ് ടിംബുക്ടു എന്നുള്ളത്. ആക്ച്വലി ഇറ്റ് ഈസ് എ ലെജൻഡറി പ്ലേസ്. ഓക്കെ, ആ ഒരു ലെജൻഡറി സിറ്റിയെ കുറിച്ചിട്ടുള്ളതാണ് അദ്ദേഹം ആ ഒരു പീസ് ഓഫ് വർക്കിൽ അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹി പബ്ലിഷ്ഡ് ഹിസ് ഫസ്റ്റ് സോളോ കളക്ഷൻ ഓഫ് poems chiefly lyrical in 1830. Claribel and Mariana, which later took their place among Tennyson's most celebrated poems, were included in this volume. So, പിന്നീട് അദ്ദേഹത്തിൻ്റെ സോളോ കളക്ഷൻ, പോംസിൻ്റെ കളക്ഷൻ വരുന്നത് പോംസ് ചീഫ്ലി ലിറിക്കൽ എന്നുള്ളതാണ്. 1830 അത് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. അതിലാണ് അദ്ദേഹത്തിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് സെലിബ്രേറ്റഡ് പോംസ് ക്ലാരിബൽ മറിയാന, ഇത് രണ്ടും ഈ ഒരു കളക്ഷനിലാണ് പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്നത്. പോംസ് ചീഫ്ലി ലിറിക്കൽ എന്നുള്ള കളക്ഷനിലാണ് ക്ലാരിബൽ ആൻഡ് മറിയാന എന്നുള്ള പോംസ് പബ്ലിഷ് ചെയ്തു വന്നത്. Arthur Henry Hallam became engaged to Tennyson's sister Emilia Tennyson. So, as we already talked, അദ്ദേഹം ട്രിനിറ്റി കോളേജിൽ കേംബ്രിഡ്ജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു വലിയ സുഹൃത്താണ് ആർതർ ഹെൻറി ഹലാം. ലേറ്റർ ടെന്നീസൻ്റെ സിസ്റ്റർ എമിലിയുമായിട്ട് ആർതർ ഹലാമിന് he got engaged. And in 1833, Tennyson published his second book of poetry, which included his well-known poem, The Lady of Shalott. 1830 നമ്മൾ കണ്ടു ഏതാണ് ഫസ്റ്റ് പബ്ലിക്കേഷൻ, സോളോ കളക്ഷൻ ഓഫ് പോംസ് കണ്ടു. അതിനുശേഷം 1833 വീണ്ടും അദ്ദേഹം ഈ പബ്ലിഷ്ഡ് സെക്കൻഡ് ബുക്ക് ഓഫ് പോയട്രി. ഈ സെക്കൻഡ് കളക്ഷനിലാണ് അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പോം ലേഡി ഓഫ് ഷാലറ്റ് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഹലംസ് ഡെത്ത്, ആർതർ ഹലാംസിൻ്റെ മരണം had a profound impact on Tennyson and inspired several masterpieces, including In the Valley of Cartwrights and In Memoriam AHH, a long poem in memory of Hallam. So, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർതർ ഹെൻറി ഹലാം അദ്ദേഹം ഒരുപാട് ടെന്നീസനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തെ വളരെയധികം ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി ടെന്നീസണിൽ. അത് അദ്ദേഹത്തെ ഒരുപാട് വർക്ക്സ് എഴുതാൻ പ്രേരിപ്പിച്ചു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വർക്ക്സ് നമ്മളിവിടെ കണ്ടു. ഇൻ ദ വാലി ഓഫ് കോട്രേറ്റ്സ്, അതിലും അതുപോലെ തന്നെ
ഹെൻറി ഹലാമിൻ്റെ ഡെത്ത് അതിൽ മോൺ ചെയ്തിട്ടുള്ള ഒരു എലിജി ടൈപ്പ് പോമാണ് ഇൻ മെമ്മോറിയം AHH എന്നുള്ളത്. ഹെൻറി ഹലാത്തിൻ്റെ ഇൻ മെമ്മറി ഓഫ് ആർതൂർ ഹലാം ടെന്നിസൺ എഴുതിയിട്ടുള്ള ഒരു പോയം ഏതാണെന്ന് ചോദിച്ചാൽ ഇൻ മെമ്മോറിയം AHH എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് റിട്ടൺ ആസ് ആൻ എലിജി. The Princess, a medley, a satire on women's education which came out in 1847 was also popular for its lyric. ഇനി മറ്റൊരു വർക്കാണ്, സംടൈംസ് ഇറ്റ് മേ ബി a satire on women's education. അദ്ദേഹത്തിൻ്റെ ടെന്നിസൻ്റെ ഒരു വർക്ക് which acts as a satire on women's education. It is named The Princess, a medley എന്നുള്ളതാണ്. 1847 അതും പുറത്തിറങ്ങുന്നത്. It's also famous for its lyrics. W.S. Gilbert later adapted and parodied the piece twice in The Princess ആൻഡ് ഇൻ ദ പ്രിൻസസ് ഈത. സോ ലേറ്റർ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് എടുത്ത് പാരഡി ചെയ്തിട്ടുള്ള W.S. ഗിൽബർട്ടിൻ്റെ വർക്കാണ്. ഗിൽബർട്ടാണ് ഇതെടുത്ത് അഡാപ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു മറ്റൊരു പീസായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന വർക്കാണ് ദ പ്രിൻസസ് ആൻഡ് ദ പ്രിൻസസ് ഈത എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഹി പബ്ലിഷ്ഡ് ഹിസ് മാസ്റ്റർ പീസ് ഇൻ മെമ്മോറിയം AHH ടു ഡെഡിക്കേറ്റഡ് ടു ഹലാം ഇൻ 1850. സോ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെയധികം അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ് ആർതൂർ ഹെൻറി ഹലാംസ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു എഴുതിയിട്ടുള്ള ഒരു എലിജി ഫോം ഓഫ് റൈറ്റിംഗ് ആയിരുന്നു ഇൻ മെമ്മോറിയം AHH. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു മാസ്റ്റർ പീസായി മാറുകയാണ് പിന്നീട് ഉണ്ടായത്. ആൻഡ് ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു ഹലാം ഇൻ 1850 അദ്ദേഹം അത് ഡെഡിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ലേറ്റർ Alfred Tennyson, he was appointed as poet laureate in 1850. 1850 അദ്ദേഹത്തിന് poet laureate എന്നുള്ള ഈ ഒരു പട്ടം കിട്ടുന്നത്. And he held the position until his own death in 1892, by far the longest tenure of any laureate before. So ഏറ്റവും കൂടുതൽ കാലം പോയറ്റ് ലോറിയേറ്റ് എന്നുള്ള പട്ടം സിദ്ധിച്ച അല്ലെങ്കിൽ അത് കൈവരിച്ച ഒരു വ്യക്തി കൂടിയാണ് ടെന്നിസൺ. 1850 മുതൽ 1892 വരെ ആ ഒരു ലോങ് ടൈം അദ്ദേഹം തന്നെയായിരുന്നു പോയറ്റ് ലോറിയേറ്റ് എന്നുള്ളതിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇൻ ദ സെയിം ഇയർ ടെന്നിസൺ മാരീഡ് എമിലി സെൽവുഡ്. പോയറ്റ് ലോറിയേറ്റ് കിട്ടിയ അതേ സമയത്ത് തന്നെയാണ് ഹി മാരീഡ് എമിലി സെൽവുഡ്. ആൻഡ് ദേ ഹാഡ് 2 sons, ഹലാം ടെന്നിസൺ ആൻഡ് ലയണൽ. ഓക്കെ, സോ ടെന്നിസൻ്റെ 2 മക്കളാണ് ഹലാം ടെന്നിസൺ ആൻഡ് ലയണൽ. And in 1855, Tennyson produced one of his best-known works, The Charge of the Light Brigade. Okay, one another important work of Lord Tennyson. ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് നമ്മളെപ്പോഴും ഓർത്തു വെക്കണം. സംടൈംസ് ഇറ്റ് മേ ബി ആസ്ഡ്. ഓക്കെ, അപ്പോൾ വർക്ക് ചോദിക്കുമ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ ആണ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ദ ചാർജ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ് എന്നുള്ളതും ടെന്നിസൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. Other esteemed works written in the post of poet laureate include Ode on the Death of the Duke of Wellington and Ode sung at the opening of International Exhibition. So later പോയറ്റ് ലോറിയേറ്റ് ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്റ്റീംഡ് വർക്ക്സ് ആണ് അത് ദീസ് 2 ഓഡ്സ്, Ode on the Death of Duke of Wellington and Ode sung at the opening of International Exhibition എന്നിലെ ഈ വർക്ക്സ്. ഓക്കെ, and he wrote Firm, Rifleman Firm on the French crisis of 1859 and Steersman be not precipitate in thine act of steering, deploring Gladstone's Home Rule Bill. So അദ്ദേഹത്തിൻ്റെ മറ്റൊരു റൈറ്റിംഗ് ആണ് ഫോം, റൈഫിൾമാൻ ഫോം. അദ്ദേഹം ഫ്രഞ്ച് ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എഴുതി. അതിനുശേഷം പിന്നീട് ഹോം റൂൾ ബില്ല് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് ഗ്ലാഡ്സ്റ്റോണിൻ്റെ ഹോം റൂൾ ബിൽ വരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോട്ടാണ്, ഒരു സെൻറ്റൻസ് ആണ്, ഒരു ലൈനാണത്. സ്റ്റിയേഴ്സ്മാൻ ബി നോട്ട് പ്രിസിപ്പിറ്റേറ്റ് ഇൻ തൈൻ ആക്ട് ഓഫ് സ്റ്റിയറിംഗ്. സംടൈംസ് അതും ചോദിക്കാം ആ ഒരു ലൈൻ ആരുടേതാണെന്നുള്ളത്. ഹോം റൂൾ ബിൽ അത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ടെന്നിസൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. Virginia Woolf wrote a play called Fresh Water, showing Tennyson as host to his friends Julia Margaret Cameron and G.F. Watts. പിന്നീട് നമ്മൾ ഓർത്ത് വയ്ക്കുന്ന മറ്റൊരു കാര്യം, വിർജീനിയ വുൾഫ്, വൺ ഓഫ് ദ ഫേമസ് റൈറ്റർ, നമ്മൾ കണ്ടിട്ടുള്ളതാണ് വിർജീനിയ വുൾഫിൻ്റെ റൈറ്റിങ്സ് ഒക്കെ. സോ അവർ പിന്നീട് അവരുടെ ഒരു റൈറ്റിംഗ്, ഓക്കെ, വൺ ഓഫ് എ പ്ലേ, അതിൻ്റെ പേരാണ് ഫ്രഷ് വാട്ടർ. അതിൽ ടെന്നിസന് ഒരു ഹോസ്റ്റായിട്ട് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിർജീനിയ വുൾഫ് റെപ്രസെൻറ്റ്സ് ടെന്നിസൺ ആസ് എ ഹോസ്റ്റ് ഇൻ ഹർ റൈറ്റിംഗ് ഇൻ ഹർ പ്ലേ ഫ്രഷ് വാട്ടർ. ടു ഹിസ് ഫ്രണ്ട്സ് ജൂലിയ, മാർഗരറ്റ് കാമറൂൺ ആൻഡ് G.F. വാട്സൺ ആണ് ഇങ്ങനെ ടെന്നിസനെ ഹോസ്റ്റായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആ വർക്കിൽ. ആൻഡ് ടെന്നിസൺ കണ്ടിന്യൂഡ് റൈറ്റിംഗ് ഇൻ ടു ഹിസ് 80s. ഓക്കെ, സോ 80s കൂടി അദ്ദേഹം ഒരുപാട് റൈറ്റിംഗ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ഡൈഡ് ഓൺ 6 October 1892 അറ്റ് ആൽവുഡ്, ഏജ്ഡ് 83. ആൻഡ് ഹി വാസ് ബറിഡ് അറ്റ് വെസ്റ്റ്മിനിസ്റ്റർ ആബി. സോ 83 അല്ലെങ്കിൽ ഒരുപാട് റൈറ്റിങ്സ്, ഒരുപാട് വർക്ക്സ് ജീവിതത്തിലുടനീളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മൾ ഈ ഒരു വിക്ടോറിയൻ റൈറ്റർ ആൽഫ്രഡ് ടെന്നിസൺ എന്ന് പറയുന്നത്. ലോട്ടസ് ഈറ്റർ, വൺ അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക് ഓഫ്
So a memorial was erected in All Saints Church, Freshwater. So later after his death, a memorial was erected, Kimanashisham. And his last words were, "Oh, that press will have me now." Sometimes അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കാം, അതുകൊണ്ടാണ് ഇവിടെ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വേർഡ്സ് എന്ന് പറയും, "ഓ ദാറ്റ് പ്രസ് വിൽ ഹാവ് മീ നൗ" എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വേർഡ്. ആൻഡ് ഹി വാസ് സക്സീഡഡ് ആസ് എ സെക്കൻഡ് ബാരൺ ടെനിസൺ ബൈ ഹിസ് സൺ ഹലാം. ആൻഡ് ഹി ഓൾസോ പ്രൊഡ്യൂസ്ഡ് ആൻ ഓതറൈസ്ഡ് ബയോഗ്രഫി ഓഫ് ഹിസ് ഫാദർ ഇൻ 1897. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെനിസന് രണ്ട് ബോയ്സ് ആണ് ഉള്ളതെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഹലാമാണ് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി തന്നെ ലേറ്റർ പബ്ലിഷ് ചെയ്യേണ്ടായി. 1897 അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ബയോഗ്രഫി, ഫാദറിൻ്റെ ജീവചരിത്രം പബ്ലിഷ് ചെയ്യേണ്ടായി. ഓക്കെ. ആൻഡ് ലോർഡ് ടെനിസൺ റിസീവ്ഡ് ലോർഡ് സ്റ്റാറ്റസ്. ലോർഡ് ടെനിസൺ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ, ലോർഡ് ആൽഫ്രഡ് ലോർഡ് ടെനിസൺ. ഈ ഒരു ലോർഡ് എന്നിട്ടുള്ള പദവി അദ്ദേഹത്തിന് ലഭിച്ചത് 1884 ഓക്കെ. സോ 1884 ആൽഫ്രഡ് ലോർഡ് ടെനിസൺ ലോർഡ് എന്നുള്ള സ്റ്റാറ്റസ് കിട്ടുന്നത്. ആൻഡ് ടെനിസൺ റോട്ട് 3 പ്ലേസ്. അദ്ദേഹത്തിൻ്റെ മെയിലായിട്ടുള്ള 3 പ്ലേസ് ആണ് ക്വീൻ മേരി, ഹാരോൾഡ് ആൻഡ് ബേക്കറ്റ്. Now coming to the poem. So now we are going to see in detail about the poem. So before entering the poem, let us see something about Ulysses. Ulysses is a poem in blank verse. Blank verse എഴുതിയിട്ടുള്ള ഒരു poemമാണ്. Nearly 70 lines വരുന്ന ഒരു poemമാണ്. And it was written in 1833 and published in 1842. Okay. And it is a popular example of the dramatic monologue. ഇനി ഒരു പോയത്തിൻ്റെ പ്രത്യേകത ഈ എന്താണ്? യെസ്, ദിസ് പോം യുലിസസ് ഇസ് റിട്ടൺ ആസ് എ ഡ്രമാറ്റിക് മോണോലോഗ്. ഡ്രമാറ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലേ, ഒരു ഡ്രാമ സ്റ്റൈല് മോണോലോഗ് ആയിട്ടാണ്. ഡ്രമാറ്റിക് മോണോലോഗ് മീൻസ് അദ്ദേഹം മറ്റൊരു വ്യക്തിയെ അഡ്രസ്സ് ചെയ്ത് പറയുന്ന രീതിയിൽ, ബട്ട് ആക്ച്വലി ഹി ഈസ് അഡ്രസ്സിങ് ഹിംസെൽഫ് അല്ലേ, അദ്ദേഹത്തോട് തന്നെയാണ് പറയുന്നത്. സോ അങ്ങനെ ഒരു ഡ്രമാറ്റിക് മോണോലോഗ് ആയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആൻഡ് ദ പോം ഇസ് 70 lines ഓഫ് ബ്ലാങ്ക് വേഴ്സ്. ഓക്കെ, 70 lines വരുന്നുണ്ട്. ആൻഡ് ദ ഫൈനൽ ലൈൻ ഹാസ് ബീൻ യൂസ്ഡ് ആസ് എ മോട്ടോ ബൈ സ്കൂൾസ് ആൻഡ് അതർ ഓർഗനൈസേഷൻ. പലപ്പോഴും പല കവിതകളുടെയും പോംസിൻ്റെയൊക്കെ ലൈൻസ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും മോട്ടോ ആയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ യുലിസസ് എന്നുള്ള ഈ പോം ഇതിൻ്റെ ഒരു അഡ്വഞ്ചറസ് അല്ലെങ്കിൽ ടു എക്സ്പ്ലോർ ദ തേഴ്സ്റ്റ് ഫോർ നോളേജ്, ഓക്കെ, അതെല്ലാമാണ് നമുക്ക് ഇതിൻ്റെ മേജർ 3 തീംസ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്തരം ഒരു നല്ല തീം ഷെയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു പോമാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ലൈൻ പലപ്പോഴും പല ഓർഗനൈസേഷൻസും മോട്ടോ ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഫേസിങ് ഓൾഡ് ഏജ്, mythical hero Ulysses describes his discontent and restlessness upon returning to his kingdom Ithaca after his far-ranging travels. Despite his reunion with his wife Penelope and his son Telemachus, Ulysses yearns to explore again. So ആക്ച്വലി നമ്മൾ യുലിസസിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ദ ഗ്രീക്ക് എപ്പിക് ഹോമേഴ്സ് ഇലിയാഡ് അല്ലേ, ഹോമേഴ്സ് ഇലിയാഡ് അതിൽ വരുന്ന അല്ലെങ്കിൽ ഒഡീസീസ് എന്നുള്ള ആ ഒരു കഥാപാത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് യുലിസിസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഒഡീസീസ് എന്നുള്ളത് ഒരു ഗ്രീക്ക് ടേമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാറ്റിൻ ടേമുമായിട്ടാണ് നമ്മൾ യുലിസിസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ യുലിസസ് എന്നുള്ള ഈ ഒരു വ്യക്തി അദ്ദേഹം ഹി വാസ് എ വാരിയർ. ഓക്കെ, ഹി വാസ് വെരി അഡ്വഞ്ചറസ്, ഒരുപാട് അഡ്വഞ്ചറസ് സ്പിരിറ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ട്രോജൻ വാർ, യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ട്രോജൻ വാർ. അപ്പോൾ ട്രോജൻ വാറിൽ പങ്കെടുത്ത ഒരു വ്യക്തിയും കൂടിയാണ്. അതും വളരെ അഡ്വഞ്ചറസ് ആയി ആ ട്രോജൻ വാറിൽ പങ്കെടുത്ത കുറച്ച് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വ്യക്തിയിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു യുലിസസ് എന്നുള്ളത്. സോ അദ്ദേഹം ഇതുപോലെ ഒരുപാട് വാഴ്സിൽ പങ്കെടുത്തിട്ടുള്ള വാരിയറാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യം അല്ലെങ്കിൽ ഹി വാസ് ആക്ച്വലി ദ കിങ് ഓഫ് ഇത്താക്ക എന്നുള്ള ഐലൻഡിൻ്റെ രാജാവാണ് യുലിസസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ അദ്ദേഹം രാജ്യഭരണത്തെക്കാളും കൂടുതൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ടു എക്സ്പ്ലോർ ആൻഡ് ടു ട്രാവൽ. ഓക്കെ, പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെയാണ് ആക്ച്വലി യുലിസസിന് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ഹി വാസ് നോട്ട് റെഡി ടു സിറ്റ് ഐഡിൽ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ വീട്ടിൽ അല്ലെങ്കിൽ ആ രാജ്യം നോക്കി ഒതുങ്ങിയിരിക്കുന്നതിലും കൂടുതലായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടം ഇതേ രീതിയിൽ പുറത്തിറങ്ങി അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സന്ദർശിക്കാനും ഇതുപോലുള്ള വോറിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൊക്കെയാണ് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ളത്. ബിക്കോസ് ഹി വാസ് ഹാവിങ് സച്ച് ആൻ അഡ്വഞ്ചറസ് സ്പിരിറ്റ്. ഓക്കെ, സോ ആ ഒരു സ്പിരിറ്റ് കൊണ്ട് തന്നെയാണ് ആക്ച്വലി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറേ ഫ്രസ്ട്രേഷൻസ് ഡ്യൂറിങ് ദ ഓൾഡ് ഏജ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മീൻസ് കമ്മിങ് ടു ദ പോം, നമ്മൾ പോയത്തിൽ കാണാൻ പോകുന്നത് ആക്ച്വലി 3 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്കതിനെ 3ആയിട്ട് തിരിക്കാൻ പറ്റും.
First of all, Ulysses is giving us a detailed explanation about his life. ഓക്കെ, പാസ്റ്റ് ലൈഫ്. അദ്ദേഹം എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ വാറിലുള്ള പങ്കാളിത്തവും ഓക്കെ, അത് അദ്ദേഹം എങ്ങനെ എൻജോയ് ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം ഈ ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ആൻഡ് ഇൻ ദ സെക്കൻഡ് പാർട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ടെലമക്കസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് പെനലോപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്താക്കയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇൻ ദ ലാസ്റ്റ് പാർട്ട് അദ്ദേഹം വീണ്ടും തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ ഇൻ ദ ഫസ്റ്റ് പാർട്ടിൽ അദ്ദേഹം ആക്ച്വലി ഒരുപാട് ഫൈറ്റ് അല്ലെങ്കിൽ ഒരുപാട് വോറിലെല്ലാം പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായ ഇത്താക്ക, അദ്ദേഹത്തിൻ്റെ ഐലൻഡിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഈ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും സന്തോഷം നൽകുന്നില്ല. തിരിച്ചു വന്ന് ഇവിടെ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന് ആഗ്രഹം വീണ്ടും പോയി അതേ രീതിയിൽ തന്നെ ടു എക്സ്പ്ലോർ മോർ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനും ഒരുപാട് പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനും ഒക്കെയാണ് അദ്ദേഹത്തിന് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഫ്രസ്ട്രേഷനാണ് നമ്മൾ പോയത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കാണാൻ പോകുന്നത്. ഓക്കെ, നൗ ലെറ്റ് us enter the poem. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു ഡ്രാമാറ്റിക് മോണോലോഗാണ്. ദറ്റ് ഈസ് എ പോം സ്പോക്കൺ ബൈ എ സിംഗിൾ പേഴ്സൺ ടു ആൻ ഓഡിയൻസ്. ഓക്കെ, ഇറ്റ് ഈസ് എ പോം സ്പോക്കൺ ബൈ യൂലിസിസ് ടു ആൻ ഓഡിയൻസ്. ആൻഡ് മോണോലോഗ് ഡിഫറൻസ് ഫ്രം എ സോളിലോക്കി. സോളിലോക്കി എന്ന് പറയുന്നതും ആക്ച്വലി ഇറ്റ് ഓൾസോ ഹാസ് വൺ സ്പീക്കർ, അല്ലെ, ഒരു സ്പീക്കർ മാത്രമേ ഉള്ളൂ, ബട്ട് ഇറ്റ് ഹാസ് സം ഡിഫറൻസസ്. And a dramatic monologue is identifiable by the fact that it resembles a conversation in which you can hear only one person talking. ഒരാൾ മാത്രം സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പോയറ്റിൽ കൂടുതലായിട്ടും അല്ല, നമ്മൾ ഈ പോയറ്റിൽ മുഴുവനായിട്ട് യൂലിസിസ് നമ്മളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അദ്ദേഹം പറയാവുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കാം. ആൻഡ് ഇനി യൂലിസിസിനെ കുറിച്ച് ഇവിടെ വീണ്ടും ഒന്ന് പറയുന്നുണ്ട്. ആസ് ഐ ഓൾറെഡി ടോൾഡ്, ഒഡീസിസ് എന്നുള്ളതാണ് ഗ്രീക്ക് ടേം. അതിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാറ്റിൻ ടേം ആയിട്ടാണ് നമ്മൾ യൂലിസിസ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹി ഈസ് എ ലെജൻഡറി ഫിഗർ ഇൻ ടെനിസൺസ് പോം ഹൂസ് adventures were first recorded in Homer's Iliad and Odyssey. So Homer's Iliad and Odyssey, അദ്ദേഹത്തിൻ്റെ എപ്പിക് വർക്ക്സ്, അതിലാണ് ആദ്യമായിട്ട് ഒഡീസീസ് എന്നുള്ള ഈ ഒരു ഫിഗർ വരുന്നത്. ഗ്രീക്ക് ഹീറോസ് വരുന്നത് ഹോമേഴ്സിൻ്റെ ഇലിയാഡ് ആൻഡ് ഒഡീസിയിലാണ്. അതിൽ നിന്നുമാണ് ടെനിസൺ പിന്നീട് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ, ഇംഗ്ലീഷ് റൈറ്റിങ്സിലേക്ക് യൂലിസിസ് എന്നുള്ള ടേം എടുക്കുന്നത്. ലെജൻഡറി ഫിഗറായിട്ട് തന്നെ ടെനിസൺ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പോംസിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ലോട്ടസ് ഈറ്റർ എന്നുള്ളതിലും സെയിം യൂലിസിസിനെ കുറിച്ച് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, and Ulysses is a Greek hero in Trojan War, a war which was mainly between the Prince of Troy, Paris, and the King of Sparta. Actually ഹെലനെ അബ്ജക്റ്റ് ചെയ്ത് കൊണ്ടുപോയി അതിൻ്റെ പിറകിലുള്ള ഒരു വോറായിട്ടാണ്, അതൊരു 10 years വാർ ആണെന്നാണ് പറയപ്പെടുന്നത്. അത്രയും വലിയൊരു വാറായിട്ടാണ് ഈ ട്രോജൻ വാർ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ട്രോജൻ വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രീക്ക് ഹീറോ ആണ് യുലിസീസ് എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദ ഫോൾ ഓഫ് ട്രോയ് ഹി ട്രാവൽസ് 10 years ടു എക്സ്പ്ലോർ ദ വേൾഡ്. സോ അതിനുശേഷം ഈ ഒരു വാറിന് ശേഷം പിന്നീട് അദ്ദേഹം ഹി അഗൈൻ ട്രാവൽ 10 years ടു എക്സ്പ്ലോർ ബിക്കോസ് ഹി വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ട്രാവലിംഗ്. Ulysses was very much interested in having such travels, in making such adventure trips. When arrived to Ithaca, his kingdom, he yearns to explore the world again despite his reunion with his family. So തിരിച്ചു വന്നിട്ടും ഇത്താക്കയിലേക്ക്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഐലൻഡിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നിട്ടും, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നിട്ടും ഹി യേൺസ് ടു എക്സ്പ്ലോർ ദ വേൾഡ് അഗെയിൻ. അദ്ദേഹത്തിന് വീണ്ടും ലോകത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ലോകത്തിലെ മറ്റ് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ, എക്സ്പ്ലോർ ചെയ്യാൻ, പുതിയ കാര്യങ്ങളിൽ അറിയാൻ വേണ്ടിയുള്ള ഒരു താല്പര്യമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ഈ ഒരു പോയത്തിലൂടെ. അപ്പോൾ നമ്മൾ പറയും പ്രായമായി കഴിയുമ്പോൾ തിരിച്ചു വന്ന് അവിടെ ഫാമിലി റീയൂണിയൻ എന്നുള്ളതിലും കൂടുതൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് വീണ്ടും ജീവിതത്തിൻ്റെ ബാക്കിയുള്ള ഭാഗവും കൂടുതൽ സമയം ലോകത്തുള്ള പല കാര്യങ്ങളും കണ്ടുപിടിച്ച് പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് ആ രീതിയിലുള്ള ഒരു എക്സ്പ്ലറേഷൻ, അത്തരം ഒരു സ്പിരിറ്റോട് കൂടിയ ഒരു വ്യക്തിയാണ് യൂലിസീസ്. ഓക്കെ, ആൻഡ് നൗ ലെറ്റ് us enter the poem. So the poem starts like this. It little profits that an idle king by the still hearth among these barren cracks matched with an aged wife I'd meet and dole unequal loss unto a savage race that hoard and sleep and feed and know not me. സോ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു രീതിയിലാണ്. അദ്ദേഹം ഇത്താക്കയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, അദ്ദേഹം വാറെല്ലാം കഴിഞ്ഞ് ട്രോജൻ വാറിലെല്ലാം വളരെയധികം നല്ല ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഫിഗർ, ഒരു ഗ്രീക്ക് ഹീറോ ആണ് ആക്ച്വലി യൂലിസിസ് എന്ന് പറയുന്നത്. അദ്ദേഹം ആ വാറെല്ലാം വളരെ നന്നായി ചെയ്തതിന് ശേഷം, ഒരുപാട് കാലത്തെ എക്സ്പ്ലറേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിങ്ഡം ഇത്താക്കയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്.
പക്ഷെ അവിടെ വന്ന് രാജ്യത്തിലേക്ക് എത്തി തിരിച്ച് രാജ്യഭരണം ഏറ്റെടുക്കുമ്പോഴും അദ്ദേഹം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ദിസ് സ്പീക്സ് അബൌട്ട്, അല്ലെങ്കിൽ ദിസ് ഷോസ് ഹിസ് ഫ്രസ്ട്രേഷൻ. ഇറ്റ് ലിറ്റിൽ പ്രോഫിറ്റ്സ് ദാറ്റ് ആൻ ഐഡിൽ കിങ് എന്നാണ് പറയുന്നത്. ലിറ്റിൽ പ്രോഫിറ്റ്സ് മീൻസ് വാട്ട്? നോ, അല്ലേ, ഒരു പ്രയോജനവും ഇല്ല എന്നാണ്. എ ലിറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുണ്ട്, ഇവിടെ ഒട്ടും പ്രയോജനമില്ല. ദാറ്റ് ആൻ ഐഡിൽ കിങ് ബൈ ദ സ്റ്റിൽ ഹാർട്ട് എമംഗ് ദീസ് ബാരൻ ക്രാക്സ്. ഇങ്ങനെ ഒരു ഐഡിൽ കിങ്, ഒരു ലേസി രാജാവായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൽ ഒട്ടും പ്രയോജനമില്ല. എവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ബൈ ദ സ്റ്റിൽ ഹാർട്ട് എമംഗ് ദീസ് ബാരൻ ക്രാക്സ് മാച്ച്ഡ് വിത്ത് ആൻ ഏജ്ഡ് വൈഫ് I meet and dole unequal laws unto a savage race. So ഇവിടെ ബാരൻ ക്രാക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ദറ്റ് പ്ലേസ് ഓഫ് ഇത്താക്ക. ഇറ്റ് ഈസ് എ റോക്കി പ്ലേസ്, റോക്കി ഐലൻഡ് ആണ്. അപ്പോൾ ആ ബാരൻ റോക്കി പ്ലേസസ്, അത്തരം സ്ഥലത്ത് വന്ന് ഈ ഒരു ഇൻ ദിസ് ഹാത്ത്, ഓക്കെ, അതിന് ആ ഒരു തീയെല്ലാം കത്തിച്ചിട്ടുള്ള ആ ഒരു ഇതിന് അടുത്ത് ഇരുന്ന് സമയം കളയുന്നതിൽ ഒട്ടും പ്രയോജനമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാച്ച്ഡ് വിത്ത് ആൻ ഏജ്ഡ് വൈഫ്. അപ്പോൾ അദ്ദേഹത്തിനും വയസ്സായി, അദ്ദേഹത്തിൻ്റെ വൈഫിനും അത് ഓട്ടോമാറ്റിക്കലി ഏജ്ഡ് ആയിട്ടുണ്ടായിരിക്കും, അല്ലേ. അപ്പോൾ ആ പ്രായമായിട്ടുള്ള വൈഫിനോടൊപ്പം ഇങ്ങനെ തൻ്റെ സ്ഥലത്തേക്ക് വന്ന്, ഈ ഒരു റോക്കി ഐലൻഡിലേക്ക് വന്ന് അടുപ്പിനടുത്ത് ഇങ്ങനെ ഇരുന്ന് തീയും കാഞ്ഞിരിക്കുന്നത് ഇറ്റ് നെവർ ഗീവ്സ് മീ എനിത്തിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ മെറ്റ് ആൻഡ് ഡോൾ അൺഈക്വൽ ലോസ് ആൻഡ് ടു എ സാവേജ് റേസ്. മീറ്റ് മീൻസ് ആക്ച്വലി മെഷർ. മീൻസ് എന്താ, ഓരോ കാര്യങ്ങളും അലോട്ടിങ് ജസ്റ്റിസ്. ഇപ്പോൾ രാജ്യത്ത് ഭരിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള അലോട്ടിങ് ജസ്റ്റിസ്, ഓക്കെ, അത്തരം അലോട്ട്മെൻറ്റ്സ് നൽകുന്നു. അതേപോലെ ഡോൾ മീൻ ടു ഷെയർ, ഓക്കെ, അവരുടേതായിട്ടുള്ള ഷെയർസ് കൊടുക്കുന്നു. ആൻഡ് അൺഈക്വൽ ലോസ് ഓൺ ടു എ സാവേജ് റേസ്. ഇവിടെ സാവേജ് റേസ് എന്ന് പറയുന്നത് സാവേജ് എന്ന് അൺസിവിലൈസ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു അൺസിവിലൈസ്ഡ് റേസ് എന്ന് വിളിക്കുന്നത് ആക്ച്വലി ഇത്താക്കയിലെ മനുഷ്യരെയാണ് അദ്ദേഹം സാവേജ് റേസ് എന്ന് പറയുന്നത്. അൺസിവിലൈസ്ഡ് റേസ് അല്ലെങ്കിൽ സാവേജ് റേസ് എന്ന് അദ്ദേഹം പറയുന്നത് ഇത്താക്കയിലെ മനുഷ്യരെയാണ്. അപ്പോൾ ഈ ഇത്താക്കയിലെ മനുഷ്യർ ഒട്ടും തന്നെ പരിഷ്കാരികളല്ല, അല്ലെങ്കിൽ അവർ പ്രാകൃതാവസ്ഥയിലുള്ളവരാണ്. സോ അവരുടെ അടുത്ത് ഈ രീതിയിലൊരു അൺഈക്വൽ ലോസ് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ടു മീറ്റ് ആൻഡ് ഡോൾ മീൻസ് ടു മെഷർ ആൻഡ് ടു ഷെയർ സംതിങ്, ഇറ്റ് ഇസ് സോ പുവർ, അല്ലെങ്കിൽ അതൊട്ടും നല്ലതല്ല, അതുകൊണ്ട് ഒട്ടും പ്രയോജനമില്ല. ഇനി അദ്ദേഹം ആ റേസിനെ എടുത്ത് പറയുന്നുണ്ട്, അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അദ്ദേഹം പറയുന്നു അബൌട്ട് ദ ഫെല്ലോ ബീയിങ്സ് ഓഫ് ഇത്താക്ക. എങ്ങനെയാണെന്ന് പറയുന്നത്? ദറ്റ് ഹോഡ് ആൻഡ് സ്ലീപ്പ് ആൻഡ് ഫീഡ് ആൻഡ് നോ നോട്ട് മീ. ദറ്റ് ഹോഡ് മീൻസ് എന്താ? പൂഴ്ത്തി വെക്കുക, അവരുടെ സമ്പാദ്യമൊക്കെ പൂഴ്ത്തി വെച്ച് ഉറങ്ങാനായിട്ടും ഉണ്ണാനായിട്ടും ഉണ്ടാക്കിയ സമ്പാദ്യം പൂഴ്ത്തി വെക്കാനായിട്ടും മാത്രം അറിയുന്ന സാവേജ് റേസ്, അൺസിവിലൈസ്ഡ് പീപ്പിൾ ഓഫ് ഇത്താക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്വന്തം അവിടെയുള്ള ആളുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അവിടെ വളരെ സങ്കടത്തോടു കൂടിയായിരിക്കാം അദ്ദേഹം പറയുന്ന ഇതിൽ അവസാന ഒരു വാചകം, ആൻഡ് നോ നോട്ട് മീ, എന്നെ അറിയാത്ത, ഞാൻ ആരാണെന്ന് അറിയാത്ത. ഓക്കെ, ആക്ച്വലി അദ്ദേഹം ഒരുപാട് അഡ്വഞ്ചറസ് ആണ്. ഹിസ് എ വാരിയർ, അല്ലേ, ഒരു ഗ്രീക്ക് ഹീറോ ആണ്. ട്രോജൻ വാറിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ല ഫിഗറാണ്. ബട്ട് ഹിസ് മെൻ നോ നോട്ട് ഹൂ ഹി ഈസ്. അദ്ദേഹം ആരാണ് എന്നുള്ളത് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ നിവാസികൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് അറിയുന്നില്ല. സോ അദ്ദേഹത്തെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കും. I cannot rest from travel. I will drink life to the lees. All times I have enjoyed greatly, have suffered greatly, both with those that loved me and alone, on the shore, and when through scudding drifts the rainy heights vexed the dim sea. ഇനി അദ്ദേഹം പറയുന്നത് എന്താ? I cannot rest from travel. എനിക്കൊരിക്കലും എൻ്റെ ട്രാവലിംഗ് എനിക്ക് നിർത്താൻ പറ്റില്ല. ഐ കനോട്ട് സ്റ്റോപ്പ് ട്രാവലിംഗ്. ഓക്കെ, എനിക്കതിൽ നിന്നും പിൻവാങ്ങാൻ പറ്റില്ല. ഐ വിൽ ഡ്രിങ്ക് ലൈഫ് ടു ദ ലീസ് എന്നാണ് പറയുന്നത്. ഐ വിൽ ഡ്രിങ്ക് ലൈഫ് ടു ദ ലീസ്. ലീസ് മീൻസ് ആക്ച്വലി വാട്ട്? നമ്മൾ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അതിന് അടിയിൽ കുറച്ച് അവശിഷ്ടമായിട്ട് കുറച്ചുണ്ടായിരിക്കും, അല്ലേ? പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്ന ആ ഒരു അവശിഷ്ടം പോലും ബാക്കി വെക്കാതെ അത് മുഴുവനായി കുടിക്കണം. എൻ്റെ ജീവിതം എൻ്റെ മുഴുവനായിട്ടും അതിൻ്റെ ഒട്ടും തന്നെ അവശിഷ്ടം വയ്ക്കാതെ മുഴുവനായിട്ടും എനിക്ക് സ്വീകരിക്കണം എന്നുള്ളതാണ് ആ ഒരു സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ വിൽ ഡ്രിങ്ക് ലൈഫ് ടു ദ ലീസ്. ഓൾ ടൈംസ് ഐ ഹാവ് എൻജോയ്ഡ് ഗ്രേറ്റ്ലി. ഈ കാലം അത്രയും ഞാൻ എൻ്റെ ജീവിതം ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. ഹാവ് സഫേർഡ് ഗ്രേറ്റ്ലി. ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം അദ്ദേഹം എൻജോയ്മെൻറ്റ് കാണുന്നു എന്നുള്ളതാണ്. ബോത്ത് വിത്ത് ദോസ് ദാറ്റ് ലവ് മീ ആൻഡ് അലോൺ. പലപ്പോഴും എൻ്റെ കൂടെ എന്നെ സ്നേഹിക്കുന്നവരുണ്ടായിരുന്നു, പലപ്പോഴും ഞാൻ തനിച്ചായിരുന്നു. അപ്പോൾ ഞാൻ തനിച്ചും മറ്റുള്ളവരോട് ചേർന്നും ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്, ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട്.
on the shore and went through scudding drifts the rainy Hyades vexed the dim sea. On shore and on the sea എന്നാണ് അർത്ഥം. അതായത് കടലിലും കരയിലും ഇതേ രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ത്രൂ സ്കഡിങ് ഡ്രിഫ്റ്റ്സ് ദ റെയിനി ഹയാഡസ്. ആക്ച്വലി ഹയാഡസ് എന്നുള്ളത് ഒരു ഏൻഷ്യൻ ബിലീഫാണ്. ഹയാഡസ് എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്ച്വലി റെയിനി ക്ലൗഡ്സിനെ പറയുന്നതാണ്. റെയിനി ക്ലൗഡ്സ് മീൻസ് ഒരു റെയിനി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ മഴ വരുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു റെഫറൻസ് ആണ് അവിടെ ഹയാഡസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അദ്ദേഹം കടലിലൂടെ പോകുന്ന സമയത്ത് നമുക്കറിയാം കടലിൽ പോവുക എന്ന് പറയുമ്പോൾ തന്നെ കടൽ യാത്ര എന്ന് പറയുന്നത് തന്നെ വളരെയധികം റിസ്ക്കിയാണ്. അതിനിടയിൽ റെയിൻ മഴ കൂടി വരുമ്പോൾ ഇറ്റ് മേക്സ് സച്ച് കൺഫ്യൂഷൻസ് ഓർ ഡിഫിക്കൽട്ടീസ് ഇൻ ദാറ്റ് സീ അല്ലേ, ഒരുപാട് ഡിഫിക്കൽട്ടീസ് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം അദ്ദേഹം ഇതെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഹി സഫേർഡ് ഗ്രേറ്റ്ലി ബട്ട് ഹി സീസ് ഓർ ഹി ഫൈൻഡ് സം എൻജോയ്മെൻറ്റ് ഇൻ എവറിത്തിങ്. ഓക്കെ, അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷോറിലാണെങ്കിലും സീലാണെങ്കിലും അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇതിനുള്ളിലെല്ലാം ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട് അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ്. I am become a name for always roaming with a hungry heart. Much have I seen and known, cities of men and manners, climates, councils, governments. Myself not least, but honored of them all, and drunk delight of battle with my peers. Far on the ringing plains of windy Troy, I am a part of all that I have met. So ഇവിടെ എല്ലാം അദ്ദേഹം ആ പഴയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഓർക്കലാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഇത്താക്കയിലേക്ക് തിരിച്ചു വന്ന് അദ്ദേഹം അവിടെ റെസ്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെല്ലാം അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയാണ് അല്ലേ, പഴയ കാര്യങ്ങളാണ് അദ്ദേഹം ഓർക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു ഐ എം ബിക്കം എ നെയിം, സോ ഐ എം സോ അഡ്വഞ്ചറസ് ആൻഡ് ഐ വാസ് സോ പോപ്പുലർ. ഞാൻ അത്രയും പല കാര്യങ്ങളും വളരെ അഡ്വഞ്ചറസ് ആയി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഐ എം ബിക്കം എ നെയിം, ഞാൻ വളരെയധികം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടു, ആദ്യത്തെ ഒരു സ്റ്റാൻസയിൽ കണ്ടു എന്ത്, ഈ ഇത്താക്കയിലെ മനുഷ്യർ ദേ നോ നോട്ട് മീ, ഞാൻ ആരാണെന്ന് അറിയുന്നില്ല. പക്ഷെ അദ്ദേഹം ഇത്താക്കയുടെ പുറത്തുള്ളവർക്ക് വളരെയധികം അറിയപ്പെടുന്നവരാണ്. അവർക്കെല്ലാവർക്കും മുന്നിൽ അദ്ദേഹം ഒരു വലിയ വാരിയറാണ്. ഓക്കെ, ഫോർ ഓൾവേസ് റോമിങ് വിത്ത് എ ഹംഗ്രി ഹാർട്ട്. അവർക്കറിയാം, പുറത്തുള്ളവർക്കറിയാം, ഇത്താക്കയ്ക്ക് പുറത്തുള്ള മറ്റു മനുഷ്യർക്കറിയാം എന്ത്, യെസ്, ഫോർ ഓൾവേസ് റോമിങ് വിത്ത് എ ഹംഗ്രി ഹാർട്ട്. ഞാൻ വീണ്ടും ഒരു ഹംഗ്രി ഹാർട്ട് എന്നുള്ളത് ആക്ച്വലി ദ തേഴ്സ്റ്റ് ഫോർ നോളജ്, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി, ടു എക്സ്പ്ലോർ മെനി മോർ ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള തിരക്കിലുള്ള ഒരു ഹംഗ്രി ഹാർട്ട് വെച്ച് നടക്കുന്ന ഒരു അഡ്വഞ്ചറസ് ഫെല്ലോ ആണ് യൂലിസസ് എന്നുള്ളത് മറ്റുള്ളവർക്കറിയാം. മച്ച് ഹാവ് ഐ സീൻ ആൻഡ് നോൺ, സിറ്റീസ് ഓഫ് മെൻ ആൻഡ് മാനേഴ്സ്, ക്ലൈമറ്റ്സ്, കൗൺസിൽസ് ആൻഡ് ഗവൺമെൻറ്റ്സ്. ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് സിറ്റീസ്, ഓക്കെ, ആ സിറ്റിയിലെ മനുഷ്യരുടെ മാനേഴ്സ്, ക്ലൈമറ്റ്സ്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ്സിന് മാറ്റങ്ങളുണ്ട് അല്ലേ, ക്ലൈമറ്റ്സ്, കൗൺസിൽസ്, ഗവൺമെൻറ്റ്സ്, ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. മൈസെൽഫ് നോട്ട് ലീസ്റ്റ്, ഒട്ടും തന്നെ കുറഞ്ഞിട്ടല്ല, ബട്ട് ഓണേർഡ് ഓഫ് ദം ഓൾ, എല്ലായിടത്തും എല്ലാ ആളുകളും എന്നെ ഓണർ ചെയ്യാറുണ്ട്, എന്നെ ബഹുമാനിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലുള്ള വ്യക്തികളെല്ലാം അദ്ദേഹത്തെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഹി വാസ് ഓണേർഡ് ബട്ട് ഹി വാസ് നോൺ ടു ഹിസ് ഫെല്ലോ ബീയിങ്സ് അറ്റ് ഇത്താക്ക. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇത്താക്കയിലുള്ള മനുഷ്യർക്ക് അദ്ദേഹത്തെ അറിയുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഓക്കെ, ആൻഡ് ഡ്രങ്ക് ഡിലൈറ്റ് ഓഫ് ബാറ്റിൽ വിത്ത് മൈ പേഴ്സ് ഫാർ ഓൺ ദ റിംഗിങ് പ്ലെയിൻസ് ഓഫ് വിൻഡി ട്രോയ്, ഐ എം എ പാർട്ട് ഓഫ് ഓൾ ദാറ്റ് ഐ ഹാവ് മെറ്റ്. അവിടെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട് ട്രോജൻ വാറിനെ കുറിച്ച്. അപ്പോൾ ആ വിൻഡി ട്രോയ് ആ റിംഗിങ് പ്ലെയിൻസ് എന്നാണ് പറയുന്നത്. ആക്ച്വലി റിംഗിങ് പ്ലെയിൻസ് എന്ന് ഉദ്ദേശിച്ചത് നമുക്കറിയാം, ഒരു ബാറ്റിൽ നടക്കുന്ന സമയത്ത് ദ വിൽ ബി മച്ച് റിംഗിങ് ദാൻ അല്ലെ, ഒരുപാട് സൗണ്ട്സ് ഉണ്ടായിരിക്കും. ദ സ്വേർഡ് ആൻഡ് ദ ഷീൽഡ്, ദ സ്വേർഡ് ആൻഡ് ദ സ്വേർഡ്, ഇത് തമ്മിൽ ക്ലാഷ് വരുന്ന സമയത്ത് ഒരുപാട് സൗണ്ട്സ് വരും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ റിംഗിങ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. സോ ഹി സെയിങ് ദാറ്റ് ഡ്രങ്ക് ഡിലൈറ്റ് ഓഫ് ബാറ്റിൽ എന്നാണ് പറയുന്നത് വിത്ത് മൈ പേഴ്സ്. ആക്ച്വലി നമ്മളന്ന് ചിന്തിച്ച് നോക്കിയാൽ ബാറ്റിൽ എന്ന് പറയുമ്പോൾ യുദ്ധം, അവിടെ എവിടെയാണ് ഡിലൈറ്റ് വരുന്ന, സന്തോഷം. പക്ഷേ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആ വാർ അല്ലെങ്കിൽ അത്തരം ബാറ്റിലിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഈവൻ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ ഒരുപാട് ഭീഷണി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മരിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ തന്നെ ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെയെല്ലാം അദ്ദേഹം ഒരു ഡിലൈറ്റ് മീൻസ് അദ്ദേഹം അതിലെല്ലാം ഒരു സന്തോഷം കാണുന്നുണ്ട്. ബിക്കോസ് ഹി വാസ് ആക്റ്റീവ് ദെൻ. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, അദ്ദേഹം ഒരുപാട് പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് അദ്ദേഹം അതിലെല്ലാം
ഒരുപാട് എൻജോയ്മെൻറ്റ് കാണുന്നുണ്ട്. ഓക്കെ, സോ ഡ്രം ഡിലൈറ്റ് ഓഫ് ബാറ്റിൽ വിത്ത് മൈ പിയേഴ്സ്. പിയേഴ്സ് മീൻസ് എന്താ, എൻ്റെ സമപ്രായക്കാർ അല്ലെങ്കിൽ എൻ്റെ കമ്പാനിയൻസ്, എൻ്റെ ക്രൂ ടീം, ഓക്കെ, അവരുമായിട്ട് കൂടി ഞാൻ ഒരുപാട് ബാറ്റിൽ, ഒരുപാട് യുദ്ധങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഐ ആം എ പാർട്ട് ഓഫ് ഓൾ ദാറ്റ് ഐ ഹാവ് മെറ്റ്. ഞാൻ അതിലെല്ലാം ഞാനൊരു ഭാഗമായേനെ, മീൻസ് ഞാൻ എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട്, ഞാൻ അതിലെല്ലാം എനിക്ക് ഒരുപാട് റെസ്പെക്റ്റും കിട്ടിയിട്ടുണ്ട്. യെറ്റ് all experience is an arch, wore through gleams that untraveled world, whose margin fades forever and forever when I move. How dull it is to pause to make an end, to rust unburnished, not to shine in use, as though to breathe were life. സോ അദ്ദേഹം ഇനി പറയുന്നത് ഇത്രയ്ക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് വാറിൽ പങ്കെടുത്തു, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം പറയുന്നു യെറ്റ് ഓൾ എക്സ്പീരിയൻസ് ഈസ് ആൻ ആഷ് വോ ത്രൂ ഗ്ലീംസ് ദാറ്റ് അൺട്രാവൽ വേൾഡ് ഹൂസ് മാർജിൻ ഫെയ്ഡ്സ് ഫോർ എവർ ആൻഡ് ഫോർ എവർ വെൻ ഐ മൂവ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇത്ര എല്ലാ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ദിസ് എക്സ്പീരിയൻസ് ഈസ് ജസ്റ്റ് ആൻ ആഷ്. ആഷ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഈ ആർച്ചിനുള്ളിലൂടെ നോക്കുമ്പോൾ ഇനിയും ഒരുപാട് അൺട്രാവൽഡ് വേൾഡ്, മീൻസ് അദ്ദേഹം പോകാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും തിളങ്ങി നിൽക്കുകയാണ്. ഓക്കെ, സോ ഇനിയും അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ, അദ്ദേഹത്തിന് പോകാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹൗ ഡൾ ഇറ്റ് ഈസ് ടു പോസ് ടു മേക്ക് ആൻ എൻഡ്. എത്ര മോശമാണ് ടു പോസ് മീൻസ് ടു സ്റ്റോപ്പ്. ഓക്കെ, ഇതെല്ലാം അവസാനിച്ച് ഇങ്ങനെ വീട്ടിൽ ഇത്താക്കയിൽ തിരിച്ചു വന്നിരിക്കുന്നത് ഹൗ ഡൾ ഇറ്റ് ഈസ്, എത്രത്തോളം ബോറിംഗ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇവിടെ ഒരു കമ്പാരിസൺ യൂസ് ചെയ്തിട്ടുണ്ട്. ടു റസ്റ്റ് അൺബർണിഷ്ഡ്, നോട്ട് ടു ഷൈൻ ഇൻ യൂസ്, as though to breathe were life എന്നാണ് അദ്ദേഹം പറയുന്നത്. ടു റസ്റ്റ് അൺബേർണിഷ്ഡ്. അൺബേർണിഷ്ഡ് മീൻസ് അൺപോളിഷ്ഡ്. അതായത് ഇപ്പോൾ നമ്മളൊരു മെറ്റാലിക് ഇൻസ്ട്രുമെൻറ്റോ എന്തെങ്കിലും നമ്മൾ എടുത്തു വെച്ച് കഴിയുമ്പോൾ അത് കുറേ കഴിയുമ്പോൾ എന്തുണ്ടാവും, തുരുമ്പ് പിടിച്ച് പോകും അല്ലേ. നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഷൈനിങ് എന്നും അതുപോലെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളത് എടുത്തു വെച്ച് കഴിയുമ്പോഴോ, അപ്പോൾ അതേ രീതിയിൽ തന്നെ ഒരു സ്വേർഡ് എന്ന് പറയുമ്പോൾ, ഒരു ആയുധം, ഒരു വാൾ എന്ന് പറയുമ്പോൾ അത് എടുത്തു വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ കുറേ കാലം കഴിയുമ്പോൾ അത് തുരുമ്പ് പിടിച്ച് പോകും. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാർ എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് പോളിഷ്ഡ്. ആക്ച്വലി അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ വാഴ്സിലെല്ലാം ഒരുപാട് പങ്കെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്തരം ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം എപ്പോഴും പോളിഷ്ഡ് ആയിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കാം ഇത്തരം ഒരു കമ്പാരിസൺ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ടു റസ്റ്റ് അൺബേർണിഷ്, നോട്ട് ടു ഷൈൻ ഇൻ യൂസ്. സോ നമ്മളിങ്ങനെ വീട്ടിൽ തിരിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്ത് വി ആർ ആക്ച്വലി നമ്മളെ തന്നെ ഇല്ലാതാക്കുകയാണ്. മീൻസ് നമ്മളെ തന്നെ തുരുമ്പ് പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. ഓക്കെ, നമ്മൾ ഷൈൻ ചെയ്യുകയില്ല. നമ്മളെ യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് വി ആർ ഓൺ ടു റെസ്റ്റ്, നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇനോട്ടായിട്ട് ഇരിക്കുമ്പോൾ അവിടെ എന്താ, there's a chance to get rested. ഓക്കെ, നമുക്ക് തുരുമ്പ് പിടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആസ് ദോ ടു ബ്രീത്ത് were life. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യർ, അതായത് ഇനേർട്ടായിട്ട് ഒട്ടും ആക്റ്റീവ് അല്ലാതെ വളരെ പാസീവായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത് they were as though to breathe were life. ജീവിതം എന്ന് പറയുന്നത് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, മീൻസ് ശ്വസിക്കാനുള്ളത് മാത്രമാണ് ജീവിതം എന്നുള്ള രീതിയിലാണ് അങ്ങനെയുള്ള മനുഷ്യർ ഇരിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ഹിസ് ഒപ്പീനിയൻ ലൈഫ് ഈസ് നോട്ട് ഓൺലി ടു ബ്രീത്ത്. ജീവിതം എന്ന് പറയുന്നത് ജസ്റ്റ് ശ്വസിക്കാനുള്ളത് മാത്രമല്ല. ദർ ഇസ് മച്ച് ടു ഫൈൻഡ്, ദർ ഇസ് മച്ച് ടു എക്സ്പ്ലോർ, ടു സീക്ക്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ കിടക്കുന്നുണ്ട്. അവിടെയെല്ലാം ട്രാവൽ ചെയ്ത് അത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്തണം. അതെല്ലാം ദർ ഇസ് മച്ച് മോർ നോളജ് ബിയോണ്ട്, അല്ലേ, ഒരുപാട് അറിവുണ്ട്, അതെല്ലാം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം ആക്ച്വലി ഈ ഒരു ലൈനിലൂടെ മെൻഷൻ ചെയ്യുന്നത്. സോ ലൈഫ് ഇസ് നോട്ട് ഓൺലി ടു ബ്രീത്ത് ബട്ട് ടു എക്സ്പ്ലോർ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Life piled on life were all too little, and of one to me little remains. But every hour is saved from that eternal silence something more, a bringer of new things, and while it were for some 3 suns to store and hold myself, and this grey spirit yearning in desire to follow knowledge like a sinking star beyond the utmost bound of human thought. ഇനി അദ്ദേഹം ഇവിടെ പറയുന്ന മറ്റൊരു സെൻറ്റൻസും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ലൈഫ് പൈൽഡ് ഓൺ ലൈഫ് മീൻസ് എന്താ, മൾട്ടിപ്പിൾ ലൈഫ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ, ജീവിതം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരുപാട് ജീവിതങ്ങളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു ലൈഫ് പൈൽഡ് ഓൺ ലൈഫ്. ഒരു ജീവിതമല്ല, ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ പോലും, ഓക്കെ, ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദേ വേർ ഓൾ ടു ലിറ്റിൽ. അതെല്ലാം അത്ര ജീവിതം ഉണ്ടെങ്കിൽ പോലും അത് വളരെ കുറവാണ്. മീൻസ് എന്താ, ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് വളരെ കുറവാണ്. ആൻഡ് ഓഫ് വൺ ടു മീ, ഇവിടെ നമുക്ക് എത്രയുള്ളത്, ഒരു ജീവിതം. യുലിസീസിന് മാത്രമല്ല അല്ലേ, നമുക്ക് എല്ലാവർക്കും. ഓൺലി വൺ ലൈഫ് ടു അസ്. ഓക്കെ, സോ ഹീ സെയിങ് ദാറ്റ് ഓൺലി വൺ ടു മീ. ഇവിടെ വൺ മീൻസ് വൺ ലൈഫ് ടു മീ.
ഇനി ആ ജീവിതത്തിലോ ലിറ്റിൽ റിമെയിൻസ്, ഇനി വളരെ കുറവ് മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു, ഒരുപാട് ബാറ്റിൽസിലെല്ലാം പങ്കെടുത്ത് കഴിഞ്ഞു. ആൻഡ് ഓൺലി ലിറ്റിൽ റിമെയിൻസ്, ഇനി കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ബട്ട് എവറി അവർ ഈസ് സേവ്ഡ് ഫ്രം ദാറ്റ് എറ്റേണൽ സൈലൻസ്, സംതിങ് മോർ എ ബ്രിങ്ങർ ഓഫ് ന്യൂ തിങ്സ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ, പക്ഷേ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഇപ്പോഴും ജീവിതമുണ്ട് അല്ലേ. ബട്ട് എവറി അവർ ഈസ് സേവ്ഡ് ഫ്രം ദാറ്റ് എറ്റേണൽ സൈലൻസ്. ഇവിടെ എറ്റേണൽ സൈലൻസ് എന്ന് പറയുമ്പോൾ ഡെത്ത് എന്നുള്ളത് തന്നെ. ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷങ്ങൾ എന്ന് പറയുന്നത് അതെല്ലാം ആ ഡെത്ത്, മരണത്തിൽ നിന്നും സേവ് ചെയ്തിട്ടുള്ള നിമിഷങ്ങളാണ് ഇപ്പം നമുക്കുള്ള ഓരോ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. സോ എവറി അവർ ഈസ് സേവ്ഡ് ഫ്രം ദാറ്റ് എറ്റേണൽ സൈലൻസ്. മരണത്തിൽ നിന്നും സേവ് ചെയ്തിട്ടുള്ള ആ അവേഴ്സ് അല്ലെങ്കിൽ ആ നിമിഷങ്ങളാണ് നമുക്കുള്ളത്. സംതിങ് മോർ എ ബ്രിങ്കർ ഓഫ് ന്യൂ തിങ്സ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ ബ്രിങ് മോർ ന്യൂ തിങ്സ്. അതിന് നമുക്ക് ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അറിയാൻ നമുക്കുള്ള കുറച്ച് ലിറ്റിൽ ടൈമാണ് ഈ കടക്കുന്നത് നമുക്ക് കയ്യിലുള്ളത്. ആ എറ്റേണൽ സൈലൻസിൽ നിന്നും സേവ് ചെയ്തിട്ടുള്ള കുറച്ച് സമയം, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നു. For some 3 suns to store and hold myself, and this grey spirit yearning into sad to follow knowledge like a singing star beyond the utmost bound of human thought. അദ്ദേഹം അവസാനം ഈ ഒരു സെൻറ്റൻസിൽ പറയുന്ന those 4 lines, 3 suns to store. ഇവിടെ 3 suns എന്നുള്ളത് 3 years എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ആക്ച്വലി ഇത്താക്കയിൽ എത്തിയിട്ട് 3 കൊല്ലങ്ങളോളം കഴിഞ്ഞു. ഓക്കെ, 3 കൊല്ലം, 3 വർഷങ്ങളായി. സോ ഈ 3 വർഷങ്ങൾ ഞാൻ വേസ്റ്റ് ചെയ്യായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹോൾഡ് മൈസെൽഫ്, ജസ്റ്റ് അത് പൂഴ്ത്തി വെക്കുകയായിരുന്നു, അതുകൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായില്ല. ഐ വാസ് ജസ്റ്റ് വേസ്റ്റിംഗ് മൈ ലൈഫ് ഫോർ ദീസ് 3 years എന്നാണ് അദ്ദേഹം ഇവിടെ ആ ലൈനിൽ പറയുന്നത്. ആൻഡ് ദിസ് ഗ്രേ സ്പിരിറ്റ് യേണിംഗ് ഇൻ ഡിസയർ. അവിടെ ഗ്രേ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ഗ്രേ മീൻസ് എന്താ? ഓൾഡ് ഏജ് എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, മീൻസ് ജീവിതത്തിലെ യൂത്ത് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമെല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ അവസാന സമയങ്ങളിലെത്തി. എങ്കിലും ഈ അവസാന സമയത്തും ദിസ് ഗ്രേ സ്പിരിറ്റ് യേർണിംഗ് ഇൻ ഡിസയർ ടു ഫോളോ നോളേജ് ലൈക്ക് എ സിംഗിങ് സ്റ്റാർ. ഓക്കെ, ഇപ്പോഴും ഈ ഒരു ഗ്രേ സ്പിരിറ്റ്, ഈ വയസ്സായ ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഒരു മനസ്സ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? ഇനിയും പുതിയ നോളേജ് അല്ലെങ്കിൽ അറിവ് തേടാൻ വേണ്ടിയിട്ട്. ലൈക്ക് എ സിംഗിങ് സ്റ്റാർ എന്നാണ്. സിംഗിങ് സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആക്ച്വലി അദ്ദേഹം മരണത്തിലേക്ക് പോവാറായി, വഴുതി വീഴാറായി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓൾഡ് ഏജ് എന്നുള്ളത് കാണിക്കാനായിരിക്കാം സിംഗിങ് സ്റ്റാർ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ മരണത്തിലേക്ക് വീണ് പോവുകയാണെങ്കിലും അതുവരെ എനിക്ക് എന്ത് ചെയ്യാം? ഒരുപാട് അറിവുകൾ കണ്ടെത്താം. ബിയോണ്ട് ദ അറ്റ്മോസ്റ്റ് ബൗണ്ട് ഓഫ് ഹ്യൂമൻ തോട്ട്. ഒരു മനുഷ്യനും കണ്ടെത്താത്ത അല്ലെങ്കിൽ ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് അത്രയും അറിവ് ഇനിയും എനിക്ക് കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ദിസ് ഈസ് മൈ സൺ മൈൻ ഓൺ ടെലിമക്കസ്. സോ ഇത്രയും നേരം അദ്ദേഹം പറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻസ് അല്ലേ, ആ ഫ്രസ്ട്രേഷൻസ് എന്നുള്ളതിൽ അദ്ദേഹം ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹം ബാറ്റിൽ ഇങ്ങനെ പങ്കെടുത്തു, ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം പോയി, അദ്ദേഹത്തിന് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്താക്കയിലേക്ക് വന്നപ്പോൾ ആരും അദ്ദേഹത്തെ മനസ്സിലാക്കുന്ന പോലുമില്ല. ഇത്താക്കയിലുള്ള മനുഷ്യരെ അദ്ദേഹം അൺസിവിലൈസ്ഡ് എന്നാണ് പറയുന്നത്. ബിക്കോസ് എന്താ? അവർ ജസ്റ്റ് അവരുടെ ജീവിതങ്ങൾ പൂഴ്ത്തി വെച്ചിരിക്കുക. ഓക്കെ, ഉണ്ണാനായിട്ടും ഉറങ്ങാനായിട്ടും ബ്രീത് ചെയ്യുക, ശ്വസിക്കാനുള്ളതാണ് മാത്രം ജീവിതം എന്നുള്ള രീതിയിൽ അവർ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവരെ അൺസിവിലൈസ്ഡ് എന്ന് പറയുന്നത്. ദേ ആർ നോട്ട് ആക്റ്റീവ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇനി ഈ പോയത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചാണ് പറയുന്നത്. ഹിസ് സൺ ടെലിമക്കസ്. ദിസ് ഈസ് മൈ സൺ മൈൻ ഓൺ ടെലിമക്കസ് ടു ഹൂം ഐ ലീവ് ദ സ്കെപ്റ്റർ ആൻഡ് ദ ഐൽ, well loved of me, discerning to fulfill this labor by slow prudence to make mild a rugged people, and through soft decrees subdue them to the useful and the good. സോ ഇനി അദ്ദേഹത്തിൻ്റെ മകൻ ടെലിമക്കസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനോട് ഒരുപാട് സ്നേഹമുണ്ട്. അത് തെളിയിക്കുന്ന ഒരു വരി തന്നെയാണ് ഇവിടെ. മൈൻ ഓൺ ടെലിമക്കസ് എന്നാണ് പറയുന്നത് അല്ലേ, എൻ്റെ സ്വന്തം ടെലിമക്കസ്. ടു ഹൂം ഐ ലീവ് ദ സ്കെപ്റ്റർ ആൻഡ് ഐൽ. ഇവിടെ സ്കെപ്റ്റർ എന്ന് പറയുമ്പോൾ ചെങ്കോല് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ രാജ്യഭരണം എനിക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന എൻ്റെ മകൻ. ഓക്കെ, എൻ്റെ ഈ ഐലൻഡ് ഓഫ് ഇത്താക്കയും അതിൻ്റെ ചെങ്കോലും മീൻസ് എൻ്റെ ഭരണം, എനിക്ക് ശേഷം എൻ്റെ ഭരണം ഏറ്റെടുക്കേണ്ട എൻ്റെ മകൻ ടെലിമക്കസ്. വെൽ ലവ്ഡ് ഓഫ് മീ, ഡിസേണിങ് ടു ഫുൾഫിൽ ദിസ് ലേബർ. ഹി ഡിസേൺ ടു ഫുൾഫിൽ ദിസ് ലേബർ മീൻസ് എന്താ? അവനെ കൊണ്ട് സാധിക്കും. ഹി ഈസ് ഏബിൾ ടു റൂൾ ഇത്താക്ക. അവന് ഈ രാജ്യം ഭരിക്കാൻ സാധിക്കും. ബൈ സ്ലോ പ്രൂഡൻസ് ടു മേക്ക് മൈൽഡ് എ റഗ്ഡ് പീപ്പിൾ. അവിടെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇത്താക്ക, മെൻ ഓഫ് ഇത്താക്ക അല്ലെങ്കിൽ ദ ഫെല്ലോ ബീയിങ്സ് ഓഫ് ഇത്താക്ക, അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന ടേം റഗ്ഡ് പീപ്പിൾ എന്നുള്ളതാണ്, അൺസിവിലൈസ്ഡ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ മകൻ എങ്ങനെയാണെന്നാ? ഹീ ഈസ് ഹാവിങ് ദാറ്റ് പേഷ്യൻസ്. ഓക്കെ, അവന് നല്ല വിവേകമുണ്ട്.
ആൻഡ് വിത്ത് ഹിസ് പേഷ്യൻസ് സ്ലോ പ്രൂഡൻസ്. ഓക്കെ, അവൻ അപ്പോൾ സംടൈംസ് അദ്ദേഹത്തിനെ തന്നെ കമ്പയർ ചെയ്യുന്നതായിരിക്കാം. അദ്ദേഹം ഒരുപാട് ഹി വാസ് എ സക്സസ്ഫുൾ വാരിയർ. ഓക്കെ, യുലിസസ് എന്ന് പറയുമ്പോൾ ഹി വാസ് എ സക്സസ്ഫുൾ വാരിയർ, ബട്ട് he never sees that he was a successful king, but he is saying that his son, അദ്ദേഹത്തിൻ്റെ മകൻ ടെലിമക്കസ്, he can be a successful ruler because he is having that slow prudence. കാരണം അവൻ ആ പേഷ്യൻസ് ഉണ്ട്. ഈ അൺസിവിലൈസ്ഡ് മെൻ അവരെ നല്ല രീതിയിലേക്ക് മാറ്റാൻ, നല്ല രീതിയിലേക്ക് അവരെ റിഫൈൻ ചെയ്തെടുക്കാനുള്ള വിവേകമുള്ളവനാണ് എൻ്റെ മകൻ ടെലിമക്കസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ത്രൂ സോഫ്റ്റ് ഡിഗ്രീസ് സബ്ഡ്യൂ ദെം ടു ദ യൂസ്ഫുൾ ആൻഡ് ദ ഗുഡ്. മീൻസ് സ്ലോലി അതായത് മെല്ലെ മെല്ലെ ഓരോ സ്റ്റേജിലൂടെ ഈ ആളുകളെ എല്ലാം, ഈ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരെ മുഴുവൻ നല്ല രീതിയിലേക്ക് പ്രൊഡക്റ്റീവായിട്ട് മാറ്റാൻ എൻ്റെ മകനെ കൊണ്ട് സാധിക്കും. ഓക്കെ, ഇന്ന് അവരെ മനുഷ്യരെന്താ, ജസ്റ്റ് ദേ ആർ ഹോർഡിങ്, ദേ ആർ ജസ്റ്റ് ലിവിങ് ഫോർ ഫുഡ്, ടേക്കിംഗ് റെസ്റ്റ്, അല്ലേ, അത്രമാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. ദേ ആർ നോട്ട് അറ്റ് ഓൾ ആക്റ്റീവ്. പക്ഷേ എൻ്റെ മകനെ കൊണ്ട് അവൻ്റെ വിവേകത്തിനനുസരിച്ച് അവൻ്റെ ആ ഒരു സോഫ്റ്റ് ഡിഗ്രീസ്, അവൻ്റെ ആ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവരെ മാറ്റി അവരെ നല്ല രീതിയിലേക്ക് പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ എൻ്റെ മകനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മോസ്റ്റ് ബ്ലെയിംലെസ് ഹിസ് ഹി centered in the sphere of common duties, desire not to fail in offices of tenderness and pay meet adoration to my household gods when I'm gone. He works his work, I mine. സോ അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് പറയുമ്പോൾ നല്ല വാക്കുകൾ മാത്രമാണുള്ളത്. മോസ്റ്റ് ബ്ലെയിംലെസ് ഈസ് ഹി, അവനെക്കുറിച്ച് ഒന്നും കുറ്റം പറയാനില്ല. സെൻറ്റേർഡ് ഇൻ ദ സ്പിയർ ഓഫ് കോമൺ ഡ്യൂട്ടീസ്, അവൻ്റെ എല്ലാ ഡ്യൂട്ടീസ്, അവൻ്റെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് അവന് നല്ല അറിവുണ്ട്, അവനത് നല്ല രീതിയിൽ ചെയ്യും. ഡീസൻ നോട്ട് ടു ഫെയിൽ ഇൻ ഓഫീസ് ഓഫ് ടെൻഡർനെസ്, അവനൊരിക്കലും അതിലൊട്ടും വിട്ടുവീഴ്ചകൾ വരുത്തില്ല. ആൻഡ് പേ മീറ്റ് അഡോറേഷൻ ടു മൈ ഹൗസ് ഹോൾഡ് ഗോഡ്സ്, ഞാൻ ആരാധിക്കുന്ന ദൈവങ്ങളെ എനിക്ക് ശേഷം അവൻ ആരാധിക്കും. വെൻ ഐ എം ഗോൺ, ഞാൻ പോയാൽ, ഓക്കെ, അത് മരണത്തിലേക്കാണെങ്കിൽ മരണം, അല്ലെങ്കിൽ ഞാൻ യാത്രയിലേക്ക് പോവുകയാണെങ്കിൽ ആ രീതിയിൽ, ഏത് രീതിയിലാണെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ, എൻ്റെ പ്രസൻസ് ഇല്ലാതാവുമ്പോൾ, മൈ സൺ വിൽ ബി ഏബിൾ ടു റൂൾ ദ വേൾഡ്. He will be able to refine the people of Ithaca, and also he will be meeting, or he will be paying adoration to the household gods. ദൈവത്തിനുള്ള മീൻസ് അദ്ദേഹം ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളെയും പ്രീതിപ്പെടുത്താനും ഇവനെ കൊണ്ട് സാധിക്കും. He works his work, I mine. അപ്പോൾ അവൻ അവൻ്റെ വർക്ക് വളരെ നല്ലതായി ചെയ്യും, ഞാൻ എൻ്റേതും ചെയ്യണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇനി ലാസ്റ്റ് പാർട്ടാണ് ഈ പോയത്തിൻ്റെ ലാസ്റ്റ് പാർട്ട്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ മറ്റൊരു ഭാഗമാണ് കാണുന്നത്. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ കഴിഞ്ഞു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇനി അദ്ദേഹം പോകാൻ റെഡിയായി. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ടെലിമക്കസ്, ഹി വിൽ ബി ഏബിൾ ടു ഡീൽ, അല്ലേ, അവന് ഇതെല്ലാം ഡീൽ ചെയ്യാൻ പറ്റും. പിതാവിൻ്റെ അഭാവത്തിലും നല്ല രീതിയിൽ തന്നെ ഇത്താക്ക കൊണ്ടുപോകാൻ മകന് പറ്റും എന്നുള്ള ശുഭാപ്തി വിശ്വാസമൊക്കെ വെച്ചതിന് ശേഷം ഇനി അദ്ദേഹം മറ്റൊരു രീതിയിലേക്കുള്ള ചിന്തകളാണ് ഇനി നമുക്ക് ഈ ലൈൻസിൽ കാണാൻ പറ്റുന്നത്. There lies the port. ഓക്കെ, ഇത്താക്ക പോർട്ടിലേക്കാണ് ഇനി അടുത്തത്. ഇത്താക്ക പോർട്ടിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഇനിയും ആ ഒരു ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സമയമായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി നമ്മൾ കാണുന്ന ലൈൻസിൽ ആ ഒരു ട്രാവലിങ്ങിലേക്കുള്ള വില്ലിങ്നെസ് ടു ട്രാവൽ അഗെയിൻ, അതാണ് ഇനി നമ്മൾ കാണുന്നത്. ദ വെസൽ പഫ്സ് ഹെർ സെയിൽ. ഇവിടെ വെസൽ എന്ന് പറയുമ്പോൾ ഷിപ്പ്, അല്ലേ, സംടൈംസ് എ ബിഗ് ബോട്ട് ഓർ സംടൈംസ് എ ഷിപ്പ്. ഓക്കെ, ഏത് രീതിയിലാണെങ്കിലും ദ വെസൽ പഫ്സ് ഹെർ സെയിൽ മീൻസ് എന്താ, ആ വെള്ളത്തിൽ കിടക്കുന്ന വെസൽ, ദറ്റ് ഷിപ്പ്, ഇറ്റ് ഗെറ്റ്സ് പഫ്ഡ്. ഓക്കെ, ആ വിൻഡ് അല്ലെങ്കിൽ ആ വേവ്സ് വന്ന് അതിനെങ്ങനെ ഇളക്കി മറിക്കുകയാണ്. ഓക്കെ, ദ ലൈസ് അപ്പോർട്ട് ദ വെസൽ പഫ്സ് ഹെർ സെയിൽ, ദർ ഗ്ലൂം ദ ഡാർക്ക് ബ്രോഡ് സീസ്. ഓക്കെ, അതിനപ്പുറത്ത് എന്ത് കാണുന്നുണ്ട്? ദ ഡാർക്ക് ബ്രോഡ് സീസ് മീൻസ് ദ ഡാർക്ക്നെസ്, ദ ഡാർക്ക് സീ ക്യാൻ ബി സീൻ. മൈ mariners, souls that have toiled and wrought and thought with me, that ever with a frolic welcome took the thunder and the sunshine, and opposed free hearts, free foreheads. You and I are old, all age hath yet his honor and his toil. So ഇനി അദ്ദേഹം ഈ ഒരു ലാസ്റ്റ് പാർട്ടിൽ ഇത്താക്ക പോർട്ടിലേക്ക് നോക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മോണോലോഗ് അല്ലെങ്കിൽ ഒരു അഡ്രസ്സിംഗ് ആണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ആ പോർട്ടിനെ നോക്കുന്നു, അതിനുശേഷം ആ വെസൽ, അല്ലേ, മീൻസ് ദ ഷിപ്പ് ഇസ് റെഡി ടു സെയിൽ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നത് മൈ മെറൈനേഴ്സ് മീൻസ് മൈ ക്രൂ. ഓക്കെ, ദോസ് ഹു വർ വിത്ത് മീ, എൻ്റെ കൂടെ ഇതുവരെ ആ ഷിപ്പിലുണ്ടായിരുന്ന എൻ്റെ മെറൈനേഴ്സ്. സോൾസ് ദാറ്റ് ഹാവ് ടോയിൽഡ് ആൻഡ് റോട്ട് ആൻഡ് തോട്ട് വിത്ത് മീ, അവരെങ്ങനെയായിരുന്നു? എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്, ഇത്രയും കാലം എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്നവർ. ഓക്കെ, അവരെന്നോടൊപ്പം ചിന്തിച്ചിരുന്നവർ. അപ്പോൾ എന്നോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന എൻ്റെ മെറൈനേഴ്സ്, അവരെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ദാറ്റ് എവർ വിത്ത് എ ഫ്രോളിക് വെൽക്കം ടുക്ക് ദ തണ്ടർ ആൻഡ് സൺഷൈൻ.
ഫ്രോളിക് വെൽക്കം ടു ദ തണ്ടർ ആൻഡ് സൺഷൈൻ. ഇവിടെ തണ്ടർ എന്ന് പറയുമ്പോൾ എന്താ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ജീവിതത്തിലുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഡിഫിക്കൽട്ടീസ് ആണെങ്കിലും സൺഷൈൻ മീൻസ് ഹാപ്പിനെസ് അല്ലെങ്കിൽ പ്ലഷർ. സോ വാട്ട് എവർ ഇറ്റ് ബി, അത് സൺഷൈൻ ഓർ തണ്ടർ മീൻസ് ഹാപ്പിനെസ് ആണെങ്കിലും അത് ഒരുപാട് കൺഫ്യൂഷൻ ഓർ ഡിഫിക്കൽട്ടീസ് ആണെങ്കിലും അത് രണ്ടിനെയും ഒരേ രീതിയിൽ വെൽക്കം ചെയ്തിരുന്നവരായിരുന്നു എൻ്റെ ഈ ടീം. ഓക്കെ, മൈ മറൈനേഴ്സ് എന്ന് പറയുന്നവർ they were like that. They give a frolic welcome to both thunder and sunshine. ഇവിടെ തണ്ടർ എന്ന് പറയുന്നതും സൺഷൈൻ എന്ന് പറയുന്നതും ഹാപ്പിനെസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് എന്നുള്ളതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഒപ്പോസ്ഡ് ഫ്രീ ഹാർട്ട്സ് ഫ്രീ ഫോർഹെഡ്സ്. അവരെ പറയുന്നത് അദ്ദേഹം ഫ്രീ ഹാർട്ട്സ് ഫ്രീ ഫോർഹെഡ്സ് എന്നാണ്. മീൻസ് അവരുടെ ഹാർട്ട്സ് വർ ഫ്രീ ഫ്രം അതർ കൺഫ്യൂഷൻസ് ഓർ ട്രബിൾസ്. മീൻസ് ദേ വർ നോട്ട് അറ്റാച്ച്ഡ് ടു ദിയർ ഫാമിലി. ഓക്കെ, അവർക്ക് അവരുടെ ഫാമിലി അല്ലെങ്കിൽ മറ്റ് തോട്ട്സ് ഒന്നുമില്ല. ദേ വർ ഫ്രീ, ദേ വർ ക്വൈറ്റ് ഫ്രീ, ദേ ആർ റെഡി ടു എക്സ്പ്ലോർ മോർ, ദേ ആർ റെഡി ടു ട്രാവൽ. ഇനിയും എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരാണ് എൻ്റെ കൂടെയുള്ള എൻ്റെ മറൈനേഴ്സ് എന്ന് പറയുന്നവർ. ഇത്രയും കാലം എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്ന, എൻ്റെ ചിന്തകൾക്ക് അനുയോജ്യമായി ചിന്തിച്ചിരുന്ന എൻ്റെ മറൈനേഴ്സ് എന്ന് പറയുന്നവർ, ദേ വർ റെഡി ടു വെൽക്കം ബോത്ത്. ഓക്കെ, ഹാപ്പിനെസ് ആണെങ്കിലും സാഡ്നെസ് ആണെങ്കിലും രണ്ടിനെയും ഒരുപോലെ സ്വീകരിച്ചിരുന്നവരാണ്. ദേ വർ ഫ്രീ ഹാർട്ടഡ് ആൻഡ് ഫ്രീ ഫോർ ഹെഡഡ്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ക്രൂ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിയെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു ഓൾഡ് ഏജിലുള്ള ഒരു വ്യക്തിയോടാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണം എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. യു ആൻഡ് ഐ ആർ ഓൾഡ്. ഞാനും നിങ്ങളും ഒരേ രീതിയിൽ തന്നെ എന്താ ഇപ്പോൾ പ്രായം അല്ലെ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഓക്കെ, വി ആർ ഓൾഡ്. യു ആൻഡ് ഐ ആർ ഓൾഡ്, വി ആർ ഓൾഡ്. ഓൾഡ് ഏജ് ഹാത്ത് യെറ്റ് ഹിസ് ഓണർ ആൻഡ് ഹിസ് ടോയിൽ. നമ്മൾ ഓൾഡ് ഏജിൽ എത്തിയിരിക്കാം, പക്ഷേ ഓൾഡ് ഏജ് ഹാത്ത് യെറ്റ് ഹിസ് ഓണർ ആൻഡ് ഹിസ് ടോയിൽ. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. വി ആർ യെറ്റ് ടു ഡു മോർ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഓൾഡ് ഏജിൽ എത്തി, പക്ഷേ വി ആർ യെറ്റ് ടു ഡു മോർ. ഡെത്ത് ക്ലോസസ് ഓൾ. ഓക്കെ, നമ്മളുടേതായിട്ട് എല്ലാം അവസാനിപ്പിക്കേണ്ടതില്ല. ആരാണ് എല്ലാം അവസാനിപ്പിക്കേണ്ടത്? മരണമാണ്. ഡെത്ത് ക്ലോസസ് ഓൾ. ഡെത്ത് പുട്ട്സ് ആൻ എൻഡ് ടു എവറിത്തിങ്. മരണം എല്ലാത്തിനും അവസാനം ഉണ്ടാക്കും. അതല്ലാതെ നമ്മളെല്ലാം അവസാനിപ്പിക്കേണ്ടതില്ല. നമ്മളുടെ ഈ വർക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു എക്സ്പ്ലറേഷൻ എന്ന് പറയുന്നത് നമ്മളല്ല അവസാനിപ്പിക്കുന്നത്. ഡെത്ത് പുട്ട്സ് ആൻ എൻഡ്. ഓക്കെ, ബട്ട് സംതിങ് എയർ ദ എൻഡ് മീൻസ് സംതിങ് ബിഫോർ ദ എൻഡ്. സം വർക്ക് ഓഫ് നോബിൾ നോട്ട് മേ യെറ്റ് ബി ഡൺ. അപ്പോൾ ആ മരണത്തിന് മുൻപ് ഇനിയും നമുക്ക് ചെയ്യാം. സംതിങ് എയർ ദ എൻഡ്. മീൻസ് ബിഫോർ. സംതിങ് ബിഫോർ ദ എൻഡ്. സം വർക്ക് ഓഫ് നോബിൾ നോട്ട്. ഇനിയും നല്ല രീതിയിലുള്ള എന്തെങ്കിലും നോബിൾ വർക്ക്സ് മേ യെറ്റ് ടു ബി ഡൺ. ഇനിയും നമുക്ക് ചെയ്യാം. നോട്ട് അൺബിക്കമിങ് മെൻ ദാറ്റ് സ്ട്രോ വിത്ത് ഗാഡ്സ്. നമ്മളെന്ന് പറയുന്നത് വി ആർ നോട്ട് ജസ്റ്റ് കോമൺ മെൻ. നമ്മൾ സാധാരണ മനുഷ്യരല്ല. ഓക്കെ, വി വർ ദാറ്റ് മെൻ ദാറ്റ് സ്ട്രോ വിത്ത് ഗാഡ്സ്. ട്രോജൻ വാറിൽ പറയപ്പെടുന്നത്, ട്രോജൻ വാറിൻ്റെ സമയത്ത് ആ വാറിലുണ്ടായിരുന്ന വാരിയേഴ്സിൻ്റെ കൂടെ ഗോഡ് ഈവൻ പാർട്ടിസിപ്പേറ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. നമ്മൾ ദൈവത്തോടൊപ്പം നിന്ന്, ഗോഡിനോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്തവരാണ്. വി ഹാവ് ഓൾറെഡി ഫോട്ട് അലോങ് വിത്ത് ഗോഡ്. ദൈവത്തോടൊപ്പം നിന്നുകൊണ്ട് ട്രോജൻ വാർസിലെല്ലാം പങ്കെടുത്ത നമ്മൾ, വി ആർ നോട്ട് ജസ്റ്റ് കോമൺ മെൻ. ഓക്കെ, നമ്മൾ സാധാരണ മനുഷ്യരല്ല, ഇങ്ങനെ അടച്ചിരിക്കേണ്ടവരല്ല. ദ ലൈറ്റ്സ് ബിഗിൻ ടു ട്വിങ്കിൾ ഫ്രം ദ റോക്സ്. The long day wanes, the slow moon climbs, the deep moans round with many voices. സോ ഇനി അദ്ദേഹം ഇത്രയും കാര്യം ആ വ്യക്തികളോട് അല്ലെങ്കിൽ ആ മറൈനേഴ്സിനെ ഒന്ന് പുഷ് ചെയ്യുന്ന രീതിയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇനി ആ ഒരു എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീം ദ മറൈനേഴ്സ് അവരോട് പറഞ്ഞു അല്ലേ, വി ആർ ഇൻ ദ ഓൾഡ് ഏജ്. നമ്മളെല്ലാവരും ഓൾഡ് ഏജിലേക്ക് എത്തി, പക്ഷേ എല്ലാം അവസാനിപ്പിക്കേണ്ടത്. ഡെത്ത് ക്ലോസസ് ഓൾ. മരണമാണ് എല്ലാത്തിനും അവസാനമുണ്ട്. സോ ഇൻ ബിറ്റ്വീൻ ദാറ്റ്, അതിന് മുൻപായിട്ട് ഇനിയും ഉണ്ട് നമ്മളുടെ കയ്യിൽ കുറച്ച് സമയം. ആ സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ബിക്കോസ് വി ഹാവ് ഓൾറെഡി ഫോട്ട് അലോങ് വിത്ത് ഗോഡ്. ദൈവത്തിനൊപ്പം നിന്ന് ഫോട്ട് ചെയ്ത് തരുന്നവരാണ് നമ്മൾ. മീൻസ് ഫൈറ്റ് ചെയ്ത് തരുന്നവരാണ്, അല്ലെങ്കിൽ ബാറ്റിൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നവരാണ്. സോ വി ഹാവ് യെറ്റ് ടു ഡു. നമുക്ക് ഇനിയും ചെയ്യാനുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷമുള്ള ഈ ലൈൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ആ ഒരു സമയത്തെ കുറിക്കുന്നതാണ്. മീൻസ് ദ ലൈറ്റ് ബിഗിൻസ് ടു ട്വിങ്കിൾ ഫ്രം ദ റോക്സ്. അതായത് സമയം രാത്രിയോടടുത്തു. ആക്ച്വലി ആ വാർദ്ധക്യം, ഓക്കെ, ആ ഓൾഡ് ഏജ് എന്ന് പറയുമ്പോഴും നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യാം. അപ്പോൾ ആ രീതിയിലേക്കാണ് ക്ലോസിങ് ലൈൻസ് വരുന്നത്. ദ ലൈറ്റ്സ് ബിഗിൻ ടു ട്വിങ്കിൾ ഫ്രം ദ റോക്സ്. മീൻസ് അവിടെ റോക്സിനിടയിലായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റോക്കി ഐലൻഡ് ആണ് ഇത്താക്ക എന്ന് പറയും. ബാരി റോക്കൻ ഐലൻഡ് ആണ് റോക്കി ഐലൻഡ്. സോ ആ റോക്സിനിടയിലുള്ള വീടുകളിൽ നിന്നായിരിക്കാം ലൈറ്റ്സ് ബിഗാൻ ടു ട്വിങ്കിൾ. രാത്രിയാവുമ്പോൾ വീട്ടിൽ നിന്നും വെട്ടങ്ങൾ തെളിയൂല്ലേ, അപ്പോൾ അതേ രീതിയിൽ തെളിയാൻ തുടങ്ങി. ദ ലോങ് ഡേ വെയിൻസ്. ഈ ഒരു ദിവസം അവസാനിക്കുകയാണ്. ദ സ്ലോ മൂൺ ക്ലൈംസ്. ഓക്കെ, ദ മൂൺ ക്ലൈംസ് അപ്പ്
ആൻഡ് ദ ഡീപ്പ് മോൺസ് റൗണ്ട് വിത്ത് മെനി വോയിസസ്. ദ ഡീപ്പ് എന്നുള്ളത് ഇവിടെ ദ ഡീപ്പ് സീ എന്നുള്ളതാണ്. അവിടെ അദ്ദേഹം ശരിക്കും സീ അല്ലെങ്കിൽ കടലുമായിട്ട് അത്രയും അദ്ദേഹത്തിനുള്ള ബന്ധമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഡീപ്പ് എന്നുള്ളത് അദ്ദേഹം ആക്ച്വലി സീയാണ് സൂചിപ്പിക്കുന്നത്, കടലിനെ. കടലിനെ എന്താ പറയുന്നത്? ദ ഡീപ്പ് മോൺസ് റൗണ്ട് വിത്ത് മെനി വോയിസസ്. ഒരുപാട് സൗണ്ട്സ് ഉണ്ടാക്കിക്കൊണ്ട് കടൽ മോൺ ചെയ്യുകയാണ്, ഓരോ സൗണ്ടുകൾ ഉണ്ടാക്കണം. അപ്പോൾ ആക്ച്വലി ആ ഒരു സെൻറ്റൻസിൽ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന് ഹി ഈസ് ഏബിൾ ടു റീഡ് ദ വോയിസസ് ഓഫ് ദ സീ. കടലിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ കടലിൻ്റെ വോയിസ് പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം കടലിൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. കടലിനോടൊപ്പം ഒരുപാട് വസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഹി ഈസ് ഏബിൾ ടു റെക്കഗ്നൈസ് ദ വോയിസസ് ഓഫ് ദ ഡീപ്പ് സീ. ഓക്കെ, കം മൈ ഫ്രണ്ട്സ്, ഇറ്റ് ഇസ് നോട്ട് ടു ലേറ്റ് ടു സീക്ക് എ ന്യൂവർ വേൾഡ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, കടൽ അദ്ദേഹത്തെ വിളിക്കുകയാണ് പുറത്തേക്ക് പോകാൻ വേണ്ടി, ഇനിയും ഒരുപാട് യാത്ര ചെയ്യാൻ വേണ്ടി കടൽ അദ്ദേഹത്തെ വിളിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. പുഷ് ഓഫ് ആൻഡ് സിറ്റിംഗ് വെൽ ഇൻ ഓർഡർ സ്മൈറ്റ് ദ സൗണ്ടിങ് ഫറോസ് ഫോർ മൈ പർപ്പസ് ഹോൾസ് ടു സെയിൽ ബിയോണ്ട് ദ സൺസെറ്റ് ആൻഡ് ദ ബാർഡ്സ് ഓഫ് ഓൾ ദ വെസ്റ്റേൺ സ്റ്റാർസ് അൺടിൽ ഐ ഡൈ. It may be that the girls will wash us down. It may be we shall touch the happy isles and see the great Achilles whom we knew. So അദ്ദേഹം പറയുന്നു, എന്താ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമ്മളെ കടൽ വിളിക്കുന്നുണ്ട്, നമുക്ക് പോകാം, തയ്യാറെടുക്കാം എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത്? പുഷ് ഓഫ് ആൻഡ് സിറ്റിംഗ് വെൽ ഇൻ ഓർഡർ സ്മൈറ്റ് ദ സൗണ്ടിങ് ഫറോസ്. മീൻസ് സൗണ്ടിങ് ഫറോസ് എന്നുള്ളത് ആക്ച്വലി വേവ്സ് എന്നുള്ളതാണ്. അപ്പോൾ കടലിങ്ങനെ വേവ്സ് വരുന്ന സമയത്ത് അതിലേക്ക് ഓർസ് കൊണ്ട് ഇങ്ങനെ കുത്തി സ്മൈറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ കപ്പൽ അല്ലെങ്കിൽ ഷിപ്പ് മുന്നോട്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ എന്നുള്ള സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും അറിയാം അത്രത്തോളം സെൽഫ് മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു ഓർസൊക്കെ വെച്ചിട്ടുള്ള മൂവ്മെൻ്റാണ് എന്തായാലും ഷിപ്പ് അല്ലെങ്കിൽ വലിയ ബോട്ട്സിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇവർ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള സീറ്റുകളിൽ, കാരണം ഓരോരുത്തർ ഇരുന്ന് അവരുടേതായിട്ടുള്ള ഓർസ് വെച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഈ കടലിൽ. ഓക്കെ, സോ പുഷ് ഓഫ് ആൻഡ് സിറ്റിംഗ് വെൽ ഇൻ ഓർഡർ. അതുകൊണ്ടാണ് എല്ലാവരും ഓർഡറായിട്ട് അവരവരുടേതായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരുന്ന് സ്മൈറ്റ് ചെയ്യാൻ പറയുന്നത്. സ്മൈറ്റ് യൂസിങ് ദിസ് ഓർസ്. ഓക്കെ, ഫോർ മൈ പർപ്പസ് ഹോൾസ്. നമ്മുടെ പർപ്പസ് എന്താ? ടു സെയിൽ ബിയോണ്ട് ദ സൺസെറ്റ് ആൻഡ് ദ ബാർഡ്സ് ഓഫ് ഓൾ ദ വെസ്റ്റേൺ സ്റ്റാർസ് അൺടിൽ ഐ ഡൈ. മരണം അല്ലെങ്കിൽ മരണം വരുന്നത് വരെ നമുക്ക് ഇനിയും ഒരുപാട് പോകാനുണ്ട്, ട്രാവൽ ചെയ്യാനുണ്ട്. ടു സെയിൽ ബിയോണ്ട് ദ സൺസെറ്റ്. ഓക്കെ, സൺസെറ്റിനും അപ്പുറത്തേക്ക്. വേർ ദ വെസ്റ്റേൺ സ്റ്റാർസ് ടു ബാത്ത്. എവിടെയാണോ കടലിൽ ആ സ്റ്റാർസ് എവിടെയാണോ അവസാനിക്കുന്നത് അതിനടുത്തേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് തുടങ്ങാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് മേ ബി ദാറ്റ് ദ ഗൾഫ് വിൽ വാഷ് us ഡൗൺ. ഇവിടെ ഗൾഫ് എന്ന് പറയുമ്പോൾ ദാറ്റ് കറൻറ്റ് അല്ലെങ്കിൽ ആ വേവ്സ്. ഓക്കെ, ആ വേവ്സിൽ ചിലപ്പോൾ നമ്മളെ മുങ്ങിപ്പോവാം. ഓക്കെ, ആ വേവ്സ് നമ്മളെ ചിലപ്പോൾ മുക്കി കളയാം. വി മേ ഗെറ്റ് ഡ്രൗൺഡ്. നമ്മൾ ചിലപ്പോൾ മുങ്ങിപ്പോവാം. ഇറ്റ് മേ ബി വി ഷോൾ ടച്ച് ദ ഹാപ്പി ഐൽസ്. ഓർ സംടൈംസ് നമുക്ക് എന്താവാം, നമ്മൾ ഹാപ്പി ഐൽസ് എന്നുള്ളത് ആക്ച്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ബിലീഫ് അനുസരിച്ച് റെസ്പെക്റ്റഡ് ഓർ ഓണേർഡ് പേഴ്സൺ ദേ വിൽ ബി ടേക്കൺ ടു ഹാപ്പി ഐൽസ്, ദറ്റ് പാരഡൈസ്, ഒരു ഹെവൻലി ഗാർഡൻ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഹാപ്പി ഐൽസ് എന്നുള്ള ഒരു റെഫറൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മരണത്തിന് ശേഷം വലിയ മനുഷ്യർക്ക് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ആൻഡ് ഓണേർഡ് പേഴ്സൺ ദേ വിൽ ബി ടേക്കൺ ടു സച്ച് എ പാരഡൈസ്. അവർക്ക് പോകാൻ പറ്റുന്ന ഒരു പാരഡൈസ്, അവിടേക്ക് നമുക്കും എത്തിച്ചേരാം. ഓക്കെ, സംടൈംസ് വി മേ ബി ഡ്രൗൺ, സംടൈംസ് നമ്മളിവിടെ മുങ്ങിപ്പോകാം. ഓർ സംടൈംസ് വി മേ ബി ടേക്കൺ ടു ദാറ്റ് ഹാപ്പി ഐൽസ്. എവിടെ ആ ഹാപ്പി ഐൽസിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പ് നമുക്ക് അവിടെ ഒരാളെ കാണാം. സി ദ ഗ്രേറ്റ് അക്കില്ലസ് whom we knew. സോ ട്രോജൻ വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ഫേമസ് ഫിഗർ, അനദർ ഹീറോ ആണ് അക്കിലസ് എന്ന് പറയുന്നത്. സോ അക്കിലസ് എല്ലാം എന്തായാലും എങ്ങനെയാണ്, അദ്ദേഹം എല്ലാം മരണത്തിന് ശേഷം ഉറപ്പായിട്ടും ഹാപ്പി ഐൽസിൽ ഉണ്ടായിരിക്കും. നമ്മൾ പറയില്ലേ സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ കാണാം എന്ന് പറയുന്നത് പോലെ, ആ സ്വർഗ്ഗത്തിൽ ഹാപ്പി ഐൽസിൽ അദ്ദേഹം ഉണ്ട്, അക്കിലസ് ഉണ്ട്. അവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ കാണാം, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന whom we knew. ഓക്കെ, മീൻസ് ട്രോജൻ വാറിൽ ഇവരോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഫിഗറാണ് അക്കിലസ് എന്ന് പറയുന്നത്. സോ അക്കിലസിനെ നമുക്ക് അവിടെ പോകുമ്പോൾ കാണാം, ഹാപ്പി ഐൽസിൽ പോകുമ്പോൾ കാണാം എന്നാണ് പറയുന്നത്. Though much is taken, much abides, and though we are not now that strength which in old days moved earth and heaven, that which we are one equal temper of heroic arts, made weak by time and fate, but strong in will to strive, to seek, to find, and not to yield. ഇനി ഏറ്റവും അവസാനത്തെ ഈ ഒരു സ്റ്റാൻസിൽ അദ്ദേഹം പറയുന്നത്, ദോ മച്ച് ഇസ് ടേക്കൺ മീൻസ് നമ്മൾ ഓൾറെഡി വയസ്സായി കഴിഞ്ഞു, പ്രായമായി അല്ലേ. അപ്പോൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്നും പോയി, നമ്മളുടെ ഒരുപാട് അല്ലെ, പ്രായം എന്ന് പറയുമ്പോൾ തന്നെ വയസ്സാവുമ്പോൾ നമ്മളുടെ പലതും, നമ്മളുടെ ഫിസിക്കൽ സ്ട്രെങ്ത്ത് പോയി, നമ്മളുടെ ഒരുപാട് സമയം പോയി, എല്ലാം പോയി. മച്ച് ഇസ് ടേക്കൺ,
മച്ച് അബൈഡ്സ്, പക്ഷേ ഇനിയുണ്ട് കുറച്ചുകൂടി. ഓക്കെ, നമ്മളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പോയി, അല്ലെങ്കിൽ നമ്മളുടെ ഒരുപാട് സ്ട്രെങ്ത് എല്ലാം നമ്മളിൽ നിന്നും പോയെങ്കിലും ഇനിയും കുറച്ച് നമ്മളിൽ ബാക്കി നിൽക്കുന്നുണ്ട്. ആൻഡ് ദോ വി ആർ നോട്ട് നൗ ദാറ്റ് സ്ട്രെങ്ത് വിച്ച് ഇൻ ഓൾ ഡേയ്സ് മൂഡ് എർത്ത് ആൻഡ് ഹെവൻ, ദാറ്റ് വിച്ച് വി ആർ. അദ്ദേഹം പറയുന്നത് പണ്ട് കാലത്ത്, മീൻസ് വെൻ വി വർ ഇൻ ദ യൂത്ത്, ഓക്കെ, നമ്മൾ യൂത്ത് ആയിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. വി വർ ഏബിൾ ടു മൂവ് ദ എർത്ത് ആൻഡ് ഹെവൻ. ഓക്കെ, മീൻസ് അത്രയും അഡ്വഞ്ചറസ് ആയിട്ട് ഒരുപാട് ബാറ്റിൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള വാരിയേഴ്സാണ് ഇവിടെ. അപ്പോൾ അത്രയും ഒരുപാട് സ്ട്രെങ്ത്തോട് കൂടിയിട്ടുണ്ടായിരുന്ന ഇവരാണിവർ. ഓക്കെ, പക്ഷേ അന്നത്തെ സ്ട്രെങ്ത് നമ്മളിൽ ഇല്ലെങ്കിലും യു ജസ്റ്റ് റിമെമ്പർ ദാറ്റ് വിച്ച് വി ആർ. ആ സ്ട്രെങ്തേ നമ്മളിൽ ഇല്ലാത്തതുള്ളൂ. അന്ന് ഫൈറ്റ് ചെയ്തിരുന്നവർ തന്നെയാണ് നമ്മൾ. നമ്മൾ അവർ തന്നെയാണ് എന്നുള്ളത് ഉള്ളിലേക്ക് നോക്കി അദ്ദേഹം പറയാണ്. വൺ ഈക്വൽ ടെമ്പർ ഓഫ് ഹീറോയിക് ഹാർട്ട്സ്. വൺ ഈക്വൽ ടെമ്പർ. ഇവിടെ നമ്മളിൽ എല്ലാവരിലും ഉള്ളത് ഒരേ രീതിയിലുള്ള ടെമ്പർ, മീൻസ് ഒരേ സ്പിരിറ്റാണ്. അവരുടെ ഹാർട്ട് എന്ന് പറയുമ്പോൾ സച്ച് ഹീറോയിക് സ്പിരിറ്റ് എന്ന് പറയുന്നത് എല്ലാവരിലും, ഈ ഒരു ടീമിൽ മുഴുവൻ ഒരേപോലെ ഉണ്ടായിരുന്നതാണ്. വൺ ഈക്വൽ ടെമ്പർ ഓഫ് ഹീറോയിക് ഹാർട്ട്സ് മെയ്ഡ് വീക്ക് ബൈ ടൈം ആൻഡ് ഫേറ്റ്. അതായത് സമയം പോകുന്നതിനനുസരിച്ച് ഫേറ്റ്, അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് എന്തായി, നമ്മൾ വീക്കായി, മീൻസ് നമ്മൾ ഫിസിക്കലി വീക്കായി, പക്ഷേ സ്ട്രോങ് ഇൻ വിൽ, നമ്മളുടെ വിൽ. ഓക്കെ, വിൽ ഇസ് സോ സ്ട്രോങ് നൗ ടു. വിൽ ഇസ് സോ സ്ട്രോങ്. നമ്മളുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മളുടെ ഡിസയർ എന്ന് പറയുന്നത് ഇന്നും അതേ രീതിയിൽ തന്നെ ആ സ്ട്രെങ്ത് ഇന്നും ഉണ്ട്. എന്തിനുള്ള സ്ട്രെങ്താ? ടു സ്ട്രൈവ്, ടു സീക്ക്, ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു ഈൽ. സോ വി ആർ നോട്ട് റെഡി ടു ഗീവ് അപ്പ്. വി ഷുഡൻ ഗീവ് അപ്പ്. നമ്മളൊന്നും വിട്ടുകൊടുക്കരുത്. വി ഷുഡ് മൂവ് ഓൺ. വി ഷുഡ് ഗോ ഫ്രണ്ട്. അല്ലേ, നമ്മൾ ഇനിയും മുന്നോട്ട് പോകണം. ടു സ്ട്രൈവ്, ഇനിയും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയത് അനുഭവിക്കാൻ വേണ്ടി, പുതിയതിലേക്ക് ഇനിയും അന്വേഷിച്ച് ഇനിയും നമ്മൾ പോകണം. വി ഷുഡൻ ഗീവ് അപ്പ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം നിർത്തുന്നത്. ഈ ഒരു ലാസ്റ്റ് ലൈനാണ് ടു സ്ട്രൈവ്, ടു സീക്ക്, ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു ഈൽഡ് എന്നുള്ളതാണ് പല ഓർഗനൈസേഷൻസും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ അവരുടെ മോട്ടോയിൽ എടുത്തെഴുതുന്ന ഒരു കോട്ടും കൂടിയാണ് അത് എന്നുള്ളത് ഓർക്കണം. ഓക്കെ, അപ്പോൾ അത്തരം ഒരു അഡ്വഞ്ചറസ് സ്പിരിറ്റ്, അല്ലെങ്കിൽ ആ ഒരു വിക്ടോറിയൻ പോമാണ് ഇത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. വിക്ടോറിയൻ ഏജിലുള്ള ടെന്നിസൺ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിക്ടോറിയൻ ഏജിൻ്റെ ഒരു പ്രത്യേകത തന്നെ ദ തേഴ്സ്റ്റ് ഫോർ നോളജ്, അഡ്വഞ്ചറസ് സ്പിരിറ്റ്, എക്സ്പ്ലോറിങ് ന്യൂ തിങ്സ്, അല്ലേ, അതൊക്കെയാണ് ആക്ച്വലി ഈ ഒരു പോർട്ടിൻ്റെ മുഴുവൻ തീമിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, so the poem is considered the first true dramatic monologue addressed to an unknown audience. The first true monologue ആയിട്ട്, dramatic monologue ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പോമാണിത്. Unlike many of Tennyson's another important poems, Ulysses was not revised after his publication. അപ്പോൾ ഒരുപാട് പോംസ് അദ്ദേഹം എഴുതി പിന്നീട് അതിനെ റിവൈസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് പോം വാസ് നോട്ട് റിവൈസ്ഡ് ആഫ്റ്റർ പബ്ലിക്കേഷൻ. And in 1929, essay T.S. Eliot called Ulysses a perfect poem. അപ്പോൾ സംടൈംസ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. ടി.എസ്. ഇലിയറ്റ് ആണ് യൂലിസസ് എന്നുള്ളതിനെ ഒരു പെർഫെക്റ്റ് പോമായിട്ട് അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ മെൻഷൻ ചെയ്ത്. An analogue of Ulysses is found in Eliot's Gerontian, and both poems are narrated by an aged man contemplating life's end. Eliot പിന്നീട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കിലും ഇതുപോലെ തന്നെ ഇത് യൂലിസസിൻ്റെ ഒരു അനലോഗ് മെൻഷൻ ചെയ്തതായിട്ട് നമുക്ക് കാണാം. The final line of the poem is inscribed on a cross at Observation Hill, Antarctica, to commemorate explorer Robert Falcon Scott and his party who died on their return trek from South Pole in 1912. സോ നമ്മൾ ലാസ്റ്റ് കണ്ടിട്ടുള്ള ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ടു സ്ട്രൈവ്, ടു സീക്ക്, ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു ഈൽഡ്. ഒരുപാട് ഓർഗനൈസേഷൻസിൻ്റെ മോട്ടോ ആയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ റോബർട്ട് ഫാൽക്കൺ സ്കോട്ട്, അദ്ദേഹം ഒരു എക്സ്പ്ലോറർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അവിടെ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലൈൻ കൂടിയാണ് ഇതെന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.